ക്ലാസ്സിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചന്ദ്രൻ പാസ്റ്റർ കൂടി മാത്രമില്ല. ഓക്കെ, അവർക്ക് ഏറെക്കുറെ ധാരണ ഉണ്ടെന്നാണ് വിശ്വാസം. ബൈബിളൊക്കെ പഠിച്ചവരായതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അവരത് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഏകദേശം ആ ഒരു ധാരണയിൽ നിന്നും അതിനുശേഷം നമ്മൾ മോശയെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോശയാരാണ് എന്നുള്ളതാണ് നമ്മുടെ ഒടുവിലത്തെ പഠനം. മോശയുടെ ജനനം സാഹചര്യമൊക്കെ പറഞ്ഞു. മോശയെ നൈൽ നദിയിൽ നിന്നും എടുത്തുകൊണ്ട് പോകാൻ ഫറവോന്റെ പുത്രി വരുന്ന രംഗം വരെ നമ്മൾ ചിന്തിച്ചു. അവളെന്ന് പെട്ടകയെ കണ്ടിട്ട് പെട്ടകയിലാക്കി അതിനെ തുറന്ന് പറയുന്ന വാചകം, ഇവൻ സാക്ഷാൽ എബ്രായ പൈതൽ തന്നെ. അന്ന് അവൾക്ക് കുളിക്കാൻ ഒത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, മിസ്രൈമിൽ 3000-ഓളം 2900-ലധികം ദൈവങ്ങൾ നിലനിൽക്കെ പ്രധാന ദൈവങ്ങളായ നൈൽ എന്ന ദേവനും സൂര്യദേവനും റേ എന്നവർ വിളിക്കുന്ന സൂര്യദേവനെയും മക്കളില്ലാത്ത ഫറവോന്റെ മകൾ നൈൽ നദിയിൽ കുളിച്ച് സൂര്യഭഗവാനെ നമസ്കരിക്കാൻ വന്നപ്പോഴാണ് ഈ രംഗം കാണുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് കുളിയൊന്നും നടന്നില്ല. തോഴിമാരുടെ സഹായത്താൽ പെട്ടകം കൈക്കലാക്കി അവളത് തുറന്നപ്പോഴാണ് പൈതലിനെ കണ്ടത്. പൈതലിതാ കരയുന്നു. ഞാൻ ആ ഭാഗം പറഞ്ഞു. മുമ്പ് കുഞ്ഞിനെ കരയാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കുഞ്ഞ് കൈകാലുകൾ കുടഞ്ഞ് നന്നായിട്ട് കരയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കുഞ്ഞുങ്ങൾ നന്നായിട്ട് കരയണം, നന്നായിട്ട് ചിരിക്കണം, അവർ ഒച്ച വെക്കണം. അതൊക്കെ നിർബന്ധമാണ്. എങ്കിലേ ഈ വോക്കൽ കോഡൊക്കെ കറക്റ്റ് ആവും. അതുകൊണ്ടാണ് ഉറങ്ങി കിടക്കുന്ന കുഞ്ഞിനെ നേഴ്സുമാർ വന്ന് നുള്ളിയേച്ചു പോകുന്നത്. നിങ്ങളറിഞ്ഞിട്ടില്ല? അയ്യോ, ഒരു കുഴപ്പമില്ല, കൊച്ചിപ്പൊക്കെ കരയിപ്പിക്കുന്നതാണ് നേഴ്സുമാർ. അമ്മ പോലും അറിയാതെ കുഞ്ഞിനിട്ട് ഒരു അടിയോ നുള്ളോ കൊടുത്തേച്ചേ പോകും. കാരണം ഈ കുഞ്ഞ് കരയണം. കരഞ്ഞെങ്കിലേ ശരിയാകൂ. കുഞ്ഞിൻ്റെ ചേഷ്ടകളൊക്കെ വെളിയിൽ വരണം. അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മയും കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വിടും. അതാണ് എൻ്റെ സിസ്റ്റം. ഇവിടെ ഇപ്പോൾ കുഞ്ഞ് കൈകാലുകൾ കുടഞ്ഞു ചിരിക്കുന്ന രംഗം. അപ്പോൾ നമ്മൾ ചിന്ത നിന്നത്, 3 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കണ്ടിട്ട് ഫറവോന്റെ പുത്രി പറയുന്നു, ഇവൻ സാക്ഷാൽ എബ്രായൻ. ജനിച്ചപ്പോൾ ഒരു കലർപ്പമില്ലാതെ കാണുന്നവർ എബ്രായൻ എന്ന സാക്ഷ്യം പറഞ്ഞ മോശയെ 2-ാം അധ്യായം 6-ാം വാക്യത്തെ നമ്മളിങ്ങനെ കാണുന്നെങ്കിൽ 2:16 വാക്യം വന്നപ്പോൾ എല്ലാം കീഴ്മേൽ മറിഞ്ഞു. കാണുന്നവർ എബ്രായൻ എന്ന് പറഞ്ഞിരുന്ന മോശയെ കാണുന്നവർ ഇപ്പോൾ പറയുന്നു മിസ്രൈമ്യൻ. കണ്ടോ? അവിടെയാണ് നമ്മുടെ ജീവിതത്തെ വല്ലാതെ പിടിച്ചു കുലുക്കുന്ന ചിന്തകൾ ഉടലെടുക്കുന്നത്. മറക്കരുത്, കൂടാരത്തിന്റെ പഠനം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളതുമെല്ലാം പെട്ടെന്ന് ചാടി കയറി വാളയം ഇതാന്നും പറഞ്ഞ് അങ്ങ് പോവുകയുള്ളൂ. വാളത്തിലൊക്കെ കയറി ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ പുറമേ ഒരുപാട് കാര്യം ഗ്രഹിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ വാളയത്തിൽ കയറിയാൽ മതി, ഇല്ലെങ്കിൽ വിഷമിക്കാനൊന്നുമില്ല. സ്തോത്രം. അപ്പോൾ കാണുന്നവർ എബ്രായൻ എന്ന് പറഞ്ഞ് മോശയെ ഇപ്പോൾ മിദ്യാനിലെ പുരോഹിതന്റെ പെൺമക്കൾ കണ്ടിട്ട് പറയുക, ഒരു മിസ്രൈമ്യൻ ഞങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ, മോശ ഈ കഴിഞ്ഞ 40 വർഷം എവിടെയാണ് വളർന്നത്? മിസ്രൈമിൽ. അപ്പം മിസ്രൈമിൽ എല്ലാ ചേഷ്ടകളും ഇപ്പോൾ ആർക്കുണ്ട്? മോശയ്ക്കുണ്ട്. ജനിച്ചത് ഒറിജിനൽ എബ്രായനാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ കാണുന്നവർക്ക് അത് ബോധ്യമാകുന്നില്ല. നാം മനസ്സിലാക്കേണ്ട ഗുണപാഠം, നമ്മുടെ ആത്മീക ജനനം നടന്നപ്പോൾ ഒരപാകതയുമില്ലാതെ നിർമ്മല മനസ്സാക്ഷിയോടെ കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതം കർത്താവിന് വിട്ടുകൊടുത്തൊക്കെ രക്ഷ കൈവശം കരഗതമാക്കിയവരാണ്. യാതൊരു സംശയവുമില്ല. ആ നാളുകളിൽ നമ്മുടെ ആത്മീക ചര്യകളൊക്കെ തന്നെ, പാട്ടും പ്രാർത്ഥനയും ദൈവജന ധ്യാനോപവാസവും ഒക്കെ വളരെ ക്ലിയറാണ്, ക്രിസ്റ്റൽ ക്ലിയർ. ഒരു കലർപ്പമില്ലാത്ത ഒരു ആത്മീയത്തിന് ഉടമകളായിട്ട് രക്ഷിക്കപ്പെട്ട നാളിൽ നമുക്കുണ്ടായിരുന്നത്. എന്നാൽ ആത്മീകത്തിൽ പക്വതയും തഴക്കവും ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ രീതികൾക്കൊക്കെ വ്യത്യാസം വന്നു തുടങ്ങി. മിസ്രൈം നമുക്കൊരു വിഷയമേ അല്ലായിരുന്നു. പകൽ നമ്മൾ പാടിയ പാട്ടിനകത്തൊരു സ്റ്റാൻസ ഉണ്ടായിരുന്നു, മിസ്രൈം വിട്ടതിൽ ഖേദിപ്പാനില്ലൊന്നും ആശ്വാസ ദേശമൻ മുൻപിലുണ്ട്. മിസ്രൈം വിട്ടെങ്കിൽ മാത്രമേ വാഗ്ദത്തം നമുക്ക് സ്വാഗതമാക്കാൻ കഴിയുകയുള്ളൂ. ക്ലിയർ ആകുന്നുണ്ടോ?
മിസ്രൈമിന്റെ യാതൊന്നും പാടില്ല. മിസ്രൈമിൽ ഒരിടപാടും. അതുകൊണ്ടാണ് കനാൻ ദേശത്ത് വന്ന ജനത്തോട് പറഞ്ഞ മിസ്രൈമിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. അപ്പൊ മിസ്രൈമിലെ നടപ്പ് കണ്ടാ അറിയാറുണ്ട് അങ്ങനത്തെ ഒരു നടപ്പായിരുന്നു. മനസ്സിലാകുന്നോ? ഞാൻ അതോട് പറഞ്ഞത് ചർച്ച് ബിക്കേം ആൻ അനദർ വേർഷൻ ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ മറ്റൊരു പതിപ്പായി ആത്മിക മണ്ഡലം മാറിക്കൊണ്ടിരിക്കുന്നു. എന്തെല്ലാം സംഗതി വേണ്ട എന്ന് വെച്ച് നഖശികാന്തം എന്തിനോടൊക്കെ എതിർത്ത് നിന്നോ അതെല്ലാം സഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞു. കണ്ടോ? വേർപെട്ട ദൈവമക്കളുടെ കൂടിവരവ് കണ്ടാൽ തന്നെ ഒരു ചന്തം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ വേർപെട്ട ദൈവമക്കളുടെ സഭാകൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ വിട്ടുപോന്ന സാമുദായിക പള്ളികളെക്കാൾ കേമമായ രീതിയിലാണ് നമ്മൾ പണിയുന്നത്. അവിടെ അവർക്ക് പള്ളിയുണ്ടെങ്കിൽ അതുപോലെ കണ്ട അതുപോലെ തോന്നണം. കണ്ടോ? അതിന്റെ ഏതാണ്ടൊരു പതിപ്പ് ഇങ്ങോട്ട് കൊണ്ടുവരിക. മനസ്സിലായോ? മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. ഇന്നത്തെ പോലെ ടൈൽസ് അല്ല, അന്ന് മാർബിൾ ആണെന്ന് വെച്ചു. മാർബിൾ തറയുണ്ടായിരുന്ന ഹോള് വിട്ടിട്ട് അവിടെ ആത്മസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഓലയിൽ മുട്ടുമടക്കി ഇരുന്ന് ആരാധിച്ചാൽ ആത്മനിറവ് അനുഭവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാണ് ഈ മണിമാളികെല്ലാം വിട്ടിട്ട് ഓലക്കുടില് പോലെ തോന്നുന്ന ഹോളിനകത്ത് ആരാധനയ്ക്ക് വേണ്ടി വന്നത്. അതെല്ലാം വിട്ടേച്ച് വന്നവർ ഇന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്കും വേണം. സ്വോത്രം. ഞാൻ വലിയ ഹോള് പണിതിന് എതിരൊന്നും അല്ല പറഞ്ഞേ. അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് മെത്തേഡ് മൈൻഡ് സെറ്റ് നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. തന്നെയല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. അത് ഇതിനകത്തൊക്കെ പറഞ്ഞില്ല, പിന്നെ എപ്പോഴാ പറയുന്നത്? നമ്മൾ സഭയെക്കുറിച്ച് ചിന്തിക്കാം. മോശയുടെ കാര്യം ഇങ്ങനൊന്നും വരും ഓർത്തില്ലല്ലേ? അതിനാ ഞാൻ പറഞ്ഞ് വെളിയിൽ കുറെ കാര്യമുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് അകത്ത് കയറാന്ന് പറഞ്ഞു. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, മെഗാ ചർച്ചസ് ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പദ്ധതിയേ അല്ല. ചിലരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങൾ, കുറഞ്ഞത് 1000 പേര് നമ്മുടെ സഭയെ വേണം. എന്തെടുക്കാൻ? നോ. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആത്മാക്കൾ വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത്. ഞാൻ പറയുന്ന ആശയത്തിൽ ഉൾക്കൊള്ളാവേ. അല്ല, ഇവിടെ 1000 പേര് വരെന്ന് ഞാൻ പ്രസംഗിച്ചൊന്നും പറഞ്ഞു പിടിപ്പിച്ചേക്കരുത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. മെഗാ ചർച്ചസ് അല്ല ദൈവത്തിന്റെ പദ്ധതി. സ്തോത്രം. സമാന കൂടാരമാണേ. എന്നാലും പുള്ളി ഓങ്ങി പോകുന്ന വേറെ എങ്ങോട്ടാണോന്ന് പറയരുത്. അതിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൂടാരം തന്നെയാണ് നീ പറഞ്ഞത്. അവസാനം ഞാൻ നിങ്ങൾ എങ്ങനെയാലും വലിച്ചു കൂടാരത്തിനകത്ത് കയറ്റും. അത് കുഴപ്പമൊന്നുമില്ല. ബുധനാഴ്ച വരെ സമയം ഉണ്ടല്ലോ. സ്തോത്രം. മെഗാ ചർച്ചസ് ദൈവ പദ്ധതിയല്ല. തെളിവ് ലോകം കണ്ട ഏറ്റവും വലിയ സഭയുടെ ബിഷപ്പിനോട് തന്നെ ചോദിക്കാം. ലോകം കണ്ട ഏറ്റവും വലിയ സഭയുടെ പാസ്റ്റർ ആയിരുന്നല്ലോ നമ്മുടെ കഥാപാത്രം മോശ. ഓങ്ങിച്ചാണെന്ന് ഓർത്തിരിക്കുകയായിരുന്നല്ലേ? അല്ല, മോശയായിരുന്നു ഏറ്റവും വലിയ പാസ്റ്റർ. പക്ഷേ അമ്മായപ്പൻ ഉൾപ്പെടെ പറഞ്ഞു കൊടുത്തത് ശരിയല്ല, തിരിക്കാൻ പറഞ്ഞു. തിരിച്ച് പല ഗ്രൂപ്പാക്കി മാറ്റി കുറച്ച് കൊണ്ടുവന്ന് ലാസ്റ്റ് 1000 പേർക്കൊരാൾ അധിപൻ, 1000 മെമ്പേഴ്സിന് ഒരു പാസ്റ്റർ. അവന്റെ പേരാണ് സഹസ്രാധിപൻ. 1000 പേർക്ക് ഒരാൾ അധിപൻ. തമ്പുരാൻ പറഞ്ഞ പറ്റുകയല്ല, ഇനിയും തിരിക്കാൻ പറഞ്ഞു. കുറച്ചോളം പറഞ്ഞു. കുറച്ച് ലാസ്റ്റ് 100 പേർക്കൊരാൾ അധിപൻ. പേര് പറ. ശതാധിപൻ. മറ്റേതാരാണ്? സഹസ്രാധിപൻ. 100 പേർക്കൊരാൾ അധിപൻ, ശതാധിപൻ. വല്ലതും മനസ്സിലായോ? ഒരു ചർച്ചിൽ മാക്സിമം ഉണ്ടാകേണ്ട നമ്പറാണ് 100. അപ്പൊ അത് കൂടുതൽ ആള് വരണ്ടെന്നാണോ ഷാജി പാസ്റ്റർ പറഞ്ഞു വരുന്നത്? എന്നോട് വഴക്കുണ്ടാക്കണ്ട. മോശയോടും ചോദിക്കണം, കർത്താവിനോടും ചോദിക്കണം. ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, എത്രയാ? കണക്കെല്ലാം ഒത്തുവരുന്നുണ്ടല്ലേ? പിന്നെ ബിബ്ലിക്കൽ മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റ് ഉണ്ട്. നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ല അല്ലേ? ബിബ്ലിക്കൽ മാത്തമാറ്റിക്സും ലോകത്തിന്റെ മാത്തമാറ്റിക്സും രണ്ടും രണ്ടാ. മോനെ 1 + 1 സമയം എത്രയാ? 1 + 1 2. വേദവസം പറഞ്ഞ അങ്ങനെയല്ല.
1+1=1. നിങ്ങൾ മേലെ 2 അല്ല 1 അത്ര ആണ്ടേ. ഒന്നും കൂടി ചേരുമ്പം 2 അല്ലേ ആകണ്ടേ? ആണല്ലോ. പക്ഷെ വേദോസിന്റെ മാത്തമാറ്റിക്സ് കണ്ടോ? നിങ്ങൾ മേലെ 2 അല്ല ഒന്നുകൂടി ചേർന്നപ്പോ ഒരു വലിയ 1. അങ്ങനെ അങ്ങ് ചിന്തിച്ചു. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനൊന്നുമില്ല. ഞാൻ മടങ്ങി വരാം. അപ്പോൾ മെഗാ ചേർച്ചസുകളൊന്നും ദൈവപദ്ധതിക്കകത്തുള്ളതല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ആ കാര്യം പറഞ്ഞു പോകാം. ഇടയന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരാൾക്ക് 100 ആടുണ്ട് എന്ന് പറഞ്ഞാൽ യജമാൻ 1000കണക്കിന് ആടുകൾ ഉണ്ടാകും. എന്നെ ഒന്ന് ശ്രദ്ധിച്ച്, ഞാൻ അവിടെ ഒന്ന് തൊട്ടുപോകാം. ഒരു യജമാന്റെ കീഴിൽ 1000കണക്കിന് ആടുകൾ കാണും. അവരെ മേയ്ക്കാൻ ചുമതലപ്പെടുത്തി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന വ്യക്തിയുടെ പേരാണ് ഇടയൻ. ഒരാളുടെ പക്കൽ 100 ആടിനെ കൊടുത്തുവിടും. മനസ്സിലാകുന്നുണ്ടോ? ഈ ആടിനെ കൊണ്ട് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ വരികയല്ല, മാസങ്ങളൊക്കെ കഴിഞ്ഞാണ് വരുന്നത്. തിരികെ വരുമ്പോഴത്തേക്കിനും ഈ ആടിൽ പലതും പ്രസവിച്ചിട്ടുണ്ടാകും, കുഞ്ഞുങ്ങളുടെ എണ്ണം ഒക്കെ വർദ്ധിച്ചിട്ടുണ്ടാകും. ആ ആടിന്റെ എണ്ണം വർദ്ധിക്കുമ്പോൾ വർദ്ധിച്ചു വരുന്ന ആടിനെ മറ്റൊരു ഇടയനെ ഏൽപ്പിക്കും. ക്ലിയർ ആകുന്നുണ്ടോ? അതും വീണ്ടും വർദ്ധിച്ച 100ൽ കൂടുതലാകുമ്പോൾ മറ്റൊരു ഇടയനെ ഏൽപ്പിക്കും. സ്തോത്രം. ഇടയന്റെ കയ്യിൽ മിനിമം 100 ആട് നിർബന്ധമായി ഉണ്ടായിരിക്കും. അതിൽ ഒരെണ്ണം പോലും കുറയാൻ പാടില്ല. അതുകൊണ്ടാണ് 100 എണ്ണത്തിൽ ഒരെണ്ണം പോയപ്പോൾ ഇടയൻ കിടന്ന് വെപ്രാളപ്പെടാൻ കാര്യം എന്നറിയാമോ? തിരികെ യജമാന്റെ കയ്യിൽ കൊണ്ട കൊടുക്കുമ്പോൾ എണ്ണം കുറഞ്ഞാൽ പണിയാകും. ക്ലിയർ ആകുന്നുണ്ടോ? യജമാൻ എങ്ങനെ പ്രതികരിക്കുക അറിഞ്ഞുകൂടാ. 99നെയും ഒരു ഭാഗത്തേക്ക് മരുഭൂമി ചുമ്മാ വിട്ടേച്ച് പോയതല്ല. അതിന്റെ പ്രത്യേക ഏരിയ ഉണ്ട് വെളിയിൽ പോകാത്ത രീതിയിൽ. അത് ഇട്ടേച്ച് ഇടയം പോവും. മനസ്സിലാകുന്നുണ്ടോ? ഈ 100 എണ്ണത്തിന്റെ പേര് ഇടയന് നന്നായിട്ട് അറിയാം. എന്ന് പറഞ്ഞാൽ ഇടയന് വ്യക്തിപരമായി ഓരോ ആടിനെ തിരിച്ചറിയാൻ കഴിയണം. ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ? മറ്റേ ഇടപാട് പൊക്കി എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താന്ന്? 1000 പേര് കൂടിക്കൂ. സർക്കസ് കാണാൻ പോകുമ്പോൾ സ്റ്റേജിൽ നിന്ന് പുള്ളി ഏതാണ്ടെല്ലാം കാണിക്കുന്നു. നമ്മൾ ആ കൂടത്തിൽ തുള്ളി കയ്യിലുള്ള സ്വത്രാഴ്ചയെ മോതിരലിട്ട് ചിഞ്ഞു പോരുക. ആ പുള്ളിക്ക് നമ്മളെ അറിയത്തില്ല, നമുക്ക് ആ പുള്ളി അറിയത്തില്ല. ആകെപ്പാടെ ഏതാണ്ട് ഒരു കുളിരി കിട്ടി, അത്രയോ. ദാറ്റ് ഈസ് നോട്ട് എ ചേർച്ച്. അത് സഭയല്ല. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞേ? സഭയാകണമെന്നുണ്ടെങ്കിൽ ഇടയനും ആടും തമ്മിൽ വ്യക്തിബന്ധമുണ്ടായിരിക്കണം. എനിക്കുള്ള എല്ലാവരുടെയും പേരറിയാത്ത ഇവർക്ക് 2 പേർക്കും എല്ലാവരെയും വ്യക്തിപരമായിട്ട് അറിയാം. നിങ്ങളുടെ പേരറിയാം, കുടുംബം അറിയാം, സ്ഥിതികളെല്ലാം അറിഞ്ഞിരിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞു? കാരണം 4-5 വർഷമായില്ലേ, വരുന്നവരെല്ലാം ഭാഷക്ക് അറിയത്തില്ലേ? അറിഞ്ഞിരിക്കണം. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടി ഇടയൻ പോകുമ്പോൾ ഇടയൻ പേര് ചൊല്ലി വിളിച്ചോണ്ട് പോവുക. മനസ്സിലാകുന്നോ? ഇതിനെ ഇവിടെ ആക്കിയതിന് ശേഷം ആടിനെ തേടി പോവുക, പേര് ചൊല്ലി ഉറക്കെ വിളിക്കുക. ഒരു പഴയ പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കടുനില തേടി ഓടി കൂകി വിളിച്ചിടുന്നു, എന്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ ഇപ്പോൾ, എന്റെ സ്വരം കേൾക്കുമോ മകനെ മകളെ ഇപ്പോൾ. അത്രയും മതി. ഇടയൻ ഉറക്കെ വിളിക്കുക. എവിടാണ്? ഈ പേര് കേൾക്കുമ്പോൾ എവിടെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന ആടിനെ കിട്ടാൻ വല്ല മാർഗം ഉണ്ടോന്നാ. ഇതെങ്ങനെയാ സംഭവം എന്നറിയാമോ? ഇടയൻ കിടക്കുന്നത് ആടെവിടെ കിടക്കുന്നു അതിനോട് ചേർന്ന് തന്നെയാണ്. ഒരു ചെറിയ വാതിലാണേ. ആ വാതിക്കൽ ഓരോന്നിനെയും കയറ്റുമ്പോൾ എണ്ണുക മാത്രമല്ല, പേര് സഹിതം പറഞ്ഞാണ് ആടിനകത്തോട്ട് കയറ്റുന്നത്. ഇറക്കിക്കൊണ്ട് പോകുമ്പോഴും അങ്ങനെ. ഇടയന്റെ കയ്യിൽ എത്ര വടിയുണ്ട്? 2 ഉണ്ടല്ലോ. ആ വടി 2ഉം ഈ വാതിക്കൽ ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് ഗുണം പോലെ ക്രോസ് ആക്കി വെച്ചിട്ടാണ് അതിന് തൊട്ടിപ്പുറത്താണ് ഇടയൻ കിടക്കുന്നത്. മനസ്സിലായോ? അന്നേരം ആടിനെ മോഷ്ടിക്കുന്ന കുറച്ച് ഇടയന്മാരുണ്ട്. മനസ്സിലായോ? അതെങ്ങനെ ഇറങ്ങുന്നതൊക്കെ ഞാൻ പിന്നെ പറയാം. കാരണം നമ്മുടെ സബ്ജക്റ്റിലേക്ക് പറഞ്ഞില്ല, അതുകൊണ്ടാണ്. ആടിനെ മോഷ്ടിച്ചുകൊണ്ടുപോയി ഇടയൻ നല്ല ഉദ്ദേശത്തോടെ അല്ല, അവൻ ആടിന്റെ മാംസം മതി.
പക്ഷേ ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ട് വാതിക്കൽ ഒരു ഇടയം കിടക്കുന്നേ. മനസ്സിലായോ? സ്തോത്രം. അതിങ്ങനെ ക്രോസ് വെക്കുന്നത് ഏതെങ്കിലും ജീവികളോ മനുഷ്യൻ ആരെങ്കിലും ഒന്ന് തൊട്ടാൽ ഈ വടി താഴെ വീഴുകയും ചാടി എഴുന്നേൽക്കും. അതിനാ വാതുക്കെ തന്നെ ഈ വടി രണ്ടും ഇങ്ങനെ വെച്ചേച്ച് ഈ കിടക്കുന്നത്. ഇതിന്റെ വടിയും കോലും എന്നെ സ്തോത്രം. കണ്ടോ? നമ്മളതിന്റെ വ്യാഖ്യാനം വേറെ തരത്തിലാണ് കൊണ്ടുവന്നത്. എങ്ങനെയാലും കൊണ്ടുപോക്കുക, നമുക്ക് വിഷയമല്ല. നമ്മൾ കാര്യം അറിഞ്ഞാൽ മതിയല്ലോ. ഈ വാതുക്കെ തന്നെ കിടക്കുക, പ്രാണം കൊടുക്കാൻ റെഡിയായിട്ട്. അങ്ങനെയാ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ അങ്ങനെ വാതുക്കെ കിടക്കുക. ഇടയനെ പുലി പിടിച്ചോണ്ട് പോകുന്നുള്ള പേടിയൊന്നും ഇടയനില്ല. അവന്റെ ഒറ്റ ശ്രദ്ധ ആടിനെ മാത്രമേ ഉള്ളൂ. നോക്കി ജീവൻ കൊടുക്കാൻ റെഡിയായിട്ട് കിടക്കുക. ഒരെണ്ണം നഷ്ടപ്പെട്ടപ്പോൾ ബാക്കിയുള്ളതിനെ സെറ്റ് ചെയ്തിട്ട് എല്ലാം ചുമ്മാ താറാവ് മുട്ടയിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ചുമ്മാ ഇറങ്ങി പോയെന്നല്ല. നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു. 99 മരുഭൂമി വിട്ടേച്ചാ ഒന്നിന്റെ പുറകെ അങ്ങ് പോയി. ഇതെല്ലാം കൂടെ ഇങ്ങനെ കെട്ടഴിഞ്ഞാൽ അങ്ങനെ അല്ല ഇത്. എടാ, ഒരെണ്ണത്തിന് വേണ്ടി ഇത്ര റിസ്ക് എടുക്കുന്നത്, പിന്നെ 99 എങ്ങനെ ഇട്ടേച്ച് പോവോ? സാമാന്യ ബുദ്ധി ചിന്തിച്ചാ പോരെ? അല്ലല്ല, അതിനെ സെക്യൂർ ആക്കിയതിന് ശേഷമായി പോണേ. ഇങ്ങനെ ഉറക്കെ വിളിച്ച് ചെല്ലുമ്പം കാണാം അറവുശാലയിൽ പേടിച്ച് അടുത്ത ഊഴം എന്റേതാണെന്ന് അറിഞ്ഞ് പേടിച്ചു വരച്ചു നിൽക്കുന്നയാട്. ഇടയൻ ചെന്നിച്ച് ഒന്നും മിണ്ടുകയില്ല. ഇടയന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ നിന്നോട് മേ നാട് കരയും. ആ ശബ്ദം കേൾക്കുമ്പോൾ ഇടയൻ അറിയാം എവിടെ ഇവൻ ഉള്ളതെന്ന്. നേരെ അങ്ങോട്ടങ്ങ് ചെല്ലുക. നിരവധി ആടിന്റെ കഴുത്തറുത്ത കാപാലികമാർ അവിടെ നിൽക്കുമ്പോൾ അധികാരമുള്ള ഇടയൻ ചെന്ന് അഴിച്ചോണ്ടിഞ്ഞു പോരും. മനസ്സിലായോ? കൃപയാൽ നമ്മുടെ പെടലേക്ക് വീഴേണ്ട കത്തി അവന്റെ അറവുശാലയിലെ ആടായി പാതാളത്തിന്റെ ആടുകളായി പോകേണ്ട നമ്മെ നല്ല ഇടയം വന്ന് അഴിച്ചോണ്ടിഞ്ഞു പോന്നു. അന്നേരം നമ്മളിങ്ങനെ പാടാം നാം പുത്തൻ പാട്ടുകൾ പാടാം, നമ്മെ പോലെ നന്മ ലഭിച്ചവർ മഞ്ഞതിലില്ലെന്നൊക്കെ പാടുന്ന അന്നേരമാണ്. നീക്കൊന്നും കേൾക്കുന്നില്ലെന്ന് തോന്നുന്നല്ലേ? സോദരൻ, അത് മട്ടൻ ബിരിയാണിയുടെ കാര്യം ഓർത്തുകൊണ്ടിരിക്കുകയാണോ? അവൻ എങ്ങനെയായിരിക്കും അതിനെ കൊന്നത്? അന്നത്തെ വില എത്രയായിരിക്കും? ഇതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ? അല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതാണ് സിസ്റ്റം, ഇടയനും ആടും തമ്മിലുള്ള ബന്ധം. ഞാൻ പറഞ്ഞു ഒന്ന് എന്തറിയാമോ? മിസ്രൈമിലെ സിസ്റ്റംസ് ഒന്നും നമുക്ക് വേണ്ട. പണ്ട് കെ ജോസഫ് പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പുള്ളി പറഞ്ഞത് ഈ കീബോർഡും ഗിറ്റാറും എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നമ്മുടെ തമ്പർ എവിടെയാണ് ചെന്നെടുത്തോണ്ട് വരണമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന്. എന്നുവെച്ചാൽ അതേ ഒരു കാര്യം പറഞ്ഞ് എന്നെയും ചോദിപ്പിച്ചു. പുള്ളി ചോദിക്കുകയാണ്, ഇന്ത്യ ഗവൺമെന്റിന് 2 കീബോർഡ് മേടിക്കാൻ കാശില്ലേ മിലിറ്ററിയിൽ. ഞാൻ വിചാരിച്ചു എന്താ പുള്ളി പറഞ്ഞു വരുന്നത്, എന്താ സംഭവം എന്ന് പറയാ. പുള്ളി പറയാ, യൂണിഫോം ഇട്ടുണ്ടല്ലോ, ഈ ഡ്രമ്മിന്റെ ഒറ്റ ആടി കേൾക്കുമ്പോൾ അവന്റെ ചോര തിളയ്ക്കും. ശരിയല്ലേ? പട്ടാളത്തെ ഡ്രമ്മും സൈഡ് ഡ്രമ്മേ ഉള്ളൂ. ക്യാപ്റ്റൻ അതിന്റെ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുന്ന ടീമിന് ഒരു ക്യാപ്റ്റൻ ഉണ്ട്. അവൻ ആ ഡ്രം എടുത്ത് ഒറ്റ ആടി അടിക്കുമ്പം നിന്ന പട്ടാളക്കാരൻ അന്നേരം നെഞ്ചും പിരിച്ച് ആയുധം എന്തും റെഡിയായിട്ട് നിൽക്കുക. മനസ്സിലാകുന്നോ? പുള്ളി പറഞ്ഞ അതുകൊണ്ട് പാട്ട് പാടും ഇത് തന്നെ ഉപയോഗിക്കണം. അത് കേൾക്കുമ്പോൾ നമ്മുടെ ചോര തിളക്കണം. പദം പദം ഉറച്ചു നാം. ബാക്കി പറ. ദേവദാസൻ പറഞ്ഞറിയാം, ഇവർക്ക് പിടികിട്ടുമെന്നറിയാൻ ഞാൻ ചോദിച്ചേ. പദം ഉറച്ചു നാം പറഞ്ഞ ഒന്നുകൂടെ ഉറക്കണം. അല്ല എന്നാ അതാണോ? ക്രൂശുമേന്തി പോകണം. എന്തിന്? ജീവൻ എങ്കിൽ ജീവൻ വെച്ച്. നമുക്ക് ആദ്യം തിരുവല്ല നേടാം, പിന്നെ മതി ഭാരതം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കുന്നുണ്ടോ? മിസ്രൈമിലെ ഓരോ സിസ്റ്റവും ഇതിനകത്ത് പാടില്ല. വന്ന് മിസ്രൈമിലെ എല്ലാ ഇടപാടിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റായി സഭ മാറിക്കൊണ്ടിരിക്കുന്നു. പാടില്ല. അതാ ഞാൻ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാർ തുടങ്ങി വെച്ചപ്പോൾ എന്തെല്ലാം വേണ്ടെന്ന് പറഞ്ഞോ അതെല്ലാം ഇപ്പം ആയിക്കോളാം എന്നാണ് ഇപ്പം മേളിൽ നിന്നുള്ള ഓർഡർ. സ്തോത്രം. വേർപാടിന്റെ ഉപദേശം ലേവലേശം ജീവിതത്തിൽ ഏറ്റെടുക്കാതെ തന്നിഷ്ടപ്രകാരം ആത്മജീവിതം കൊണ്ടുപോകുന്ന ഒരു ചര്യ. സ്തോത്രം. ഞാനതാ പകല് പറഞ്ഞില്ലേ, ഈവൻ ശുശ്രൂഷകർ പോലും നമ്മളെ കണ്ട ഒരു ഉപദേശിനെ വിളിക്കണമെന്നേ. ഉപദേശിയാണ് ആരെന്ന് അറിയത്തില്ല,
ഞാനൊരു പാലക്കാട് വെച്ച് ഒരു ശവസംസ്കാരത്തിൽ പങ്കെടുത്തപ്പോൾ നീല ഷർട്ട് ഇട്ടുണ്ടോ ഉപദേശി വന്നു. ഞാൻ വെറുതെ പറഞ്ഞ, ഞാൻ പിന്നെ വേണേ ഫോട്ടോ കാണിക്കാം. കരിനീല ഷർട്ട് ഇട്ടുകൊണ്ട് ശവസംസ്കാര ശുശ്രൂഷ നടത്താൻ വന്നിരിക്കുക. ഇവിടെ ഇപ്പം ആരും അങ്ങനൊന്നുമില്ല, ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ എങ്ങനെയാകാം? അതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള രീതിയിലായി. മോശയ്ക്കും അതാ പറ്റിയത്. അവന്റെ ആ ടീഷർട്ടും മുടിയെല്ലാം വളർത്തിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ മിസ്രൈമീൻ, പുള്ളിന്റെ രക്തഞ്ചയും ഗ്ലോറിയൊക്കെയാ പറയുന്നത്. ക്ലിയർ ആയോ? ഞാൻ എന്തിനു നിർത്തിയെന്നറിയാമോ? മിസ്രൈമിൽ ഏതെങ്കിലും നമ്മിലുണ്ടോന്നൊന്ന് തിരിച്ചറിഞ്ഞോട്ടെന്നോർത്താ. ദൂത് വിലങ്ങിട്ട് ഞാൻ നിന്നതല്ല. ഞാൻ നന്നായിട്ട് എഴുതിയെല്ലാം വെച്ചിട്ടുണ്ട്, പറയാനുള്ളതല്ല. അതുകൊണ്ട് വിലങ്ങൊന്നുമില്ല. പക്ഷെ നിങ്ങളൊന്ന് ശോശോധ ചെയ്യണം, അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം റാന്നിയില് നെല്ലിക്കമണി ചർച്ചാണോ 100 വർഷമായത്? നെല്ലിക്കമൺ ചർച്ചിന്റെ 100 വർഷം തികഞ്ഞതിന്റെ ആഘോഷത്തിന്റെ റിപ്പോർട്ട് എഴുത്താന്റെ പേര് മറന്നുപോയി. ശിവമുള്ളങ്കാട്ടിൽ അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഒരച്ഛനും അമ്മച്ചിയും കൂടെ സഭായത്തിന് വരുന്ന വഴിക്ക്, സഭാഹുള്ളിലേക്ക് യോഗത്തിന് വരുന്ന വഴിക്ക് അവരുടെ പള്ളിയിലെ റാസ വരുന്നത് കണ്ടു. ആ റാസ വന്നത് കാരണം അപ്പച്ചനും അമ്മച്ചിക്കും അത് ക്രോസ് ചെയ്ത് പോരാനൊത്തില്ല. 2 മിനിറ്റ് അവിടെ നിന്നു. ഇവർ ഈ റാസ കണ്ടോണ്ട് നിൽക്കുന്ന ആ സഭയിലെ വേറൊരാൾ കണ്ടു. റാസ പോയിട്ട് ക്രോസ് ചെയ്ത് പോകാൻ ഓർത്ത അപ്പച്ചനും അമ്മച്ചി അവിടെ നിന്നേ. കണ്ട കക്ഷി അവിടെ ചെന്ന് പാസ്റ്ററോട് പറഞ്ഞു, ഇത് റാസായും കണ്ടുകൊണ്ട് രണ്ടും കൂടെ അവിടെ നിപ്പുണ്ടെന്ന്. മനസാവാച അവരറിഞ്ഞതല്ല. അവരെ അല്ലെ സഭാഹോളിൽ ചെന്നപ്പോഴത്തേക്കിനും സാക്ഷി തരുന്നതിപ്പോ പാസ്റ്റർ പറഞ്ഞു, 3 മാസത്തേക്കിന് സാക്ഷ്യം വിലക്കിയിരിക്കുന്നു. വേർപെട്ട ദൈവമക്കളായിരിക്കുന്ന നിങ്ങൾ വിട്ടുപോകുന്ന ഇടത്തെ റാസായും കണ്ട് സഭായത്തെ സമയത്ത് എത്താതിരിക്കാൻ കാരണമായതിനാലും തക്കതായ തെളിവും സാക്ഷിയും ഉള്ളതിനാലും 3 മാസത്തിനേക്ക് ദൈവസഭയിൽ സാക്ഷി പറയാൻ അനുവാദമുണ്ടായിരിക്കയില്ല. ഇന്ന് പറയാവോ? അന്നേരം പറയാം, അങ്ങനെയാണ് ഞങ്ങൾ ഹോളിനകത്ത് വേണേ റാസ വെച്ച് കളയെന്ന് പറയും. പറയല്ലേ? പക്ഷെ ആ അപ്പച്ചൻ അമ്മച്ചി അനുസരിച്ചു. അദ്ദേഹം റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ ഇന്നത്തെ പുതിയ തലമുറ എല്ലാം കണ്ണുനീരോടെ അതെല്ലാം കേട്ടിരുന്നേ. മനസ്സിലായോ? സാങ്കുഴിക്കാട് ഉപ്പാപ്പനെ അപ്പച്ചനെ അടിച്ചു. മെഴിവേലി അമ്പലത്തിലെ എഴുന്നള്ളിപ്പ് വന്നപ്പം വീട്ടിൽ മുറ്റത്ത് പോലും ഇറങ്ങിയില്ല. വീട്ടിനകത്തിരുന്ന് ജനലിന്റെ കട്ട മാറ്റി കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിൽക്കുക. ഇങ്ങനെ ഈ ചെണ്ടകൊട്ടും മേളമല്ല കേട്ടോണ്ട് നിൽക്കുമ്പോ ഉണ്ടല്ലോ, അപ്പച്ചൻ പുറകെ കൂടെ ഒറ്റ ആടി അടിച്ചു ചന്തിക്ക്, ചൂരവടിക്ക്. പ്രസന്റ് അച്ഛൻ്റെ കാര്യം പറയും. ഇങ്ങനെ നിന്നു അടിയും കൊണ്ട്. എന്താന്ന് ചോദിക്കേണ്ട കാര്യം ഇല്ലല്ലോ. മനസ്സിലായോ? കണ്ടാൽ അടിയായിരുന്നു. വീട്ടിൽ അപ്പൻ ചെയ്ത കാര്യ. എന്നാ പറ, നീ ഇവിടെ നിന്നോട് നടുവുകളണ്ട, അങ്ങോട്ട് ഇറങ്ങി കാണാൻ മേലേ, ഇവിടെ നിന്നെ വിഷമിക്കുന്നേ. റോഡിലോട്ട് പോകുന്നില്ല. മുറ്റത്ത് നിന്നാൽ ഒരു തടസ്സമല്ല, നന്നായിട്ട് കാണുകയും ചെയ്യാം, താളവും പിടിക്കാം. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ തമ്പേന്റെ താഴത്ത് തുള്ളുന്ന കക്ഷികൾ ഈ മറ്റേ ഈ കുടത്തിനകത്തെല്ലാം വെച്ചോണ്ട് തുള്ളി വരുന്ന സംഭവം ഉണ്ടല്ലോ, അത് തന്നെ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ താഴത്തൊലിപ്പിച്ച് പുള്ളി നിന്ന് കുടം കയ്യിലില്ലെന്നേ ഉള്ളൂ. അതിന്റെ കാര്യം എന്നറിയാമോ? ഈ പോന്നെന്ന് പറഞ്ഞാലും അകത്തുനിന്ന് പോയിട്ടില്ല ഇതൊന്നും. അതാണ് എന്റെ സംഗതി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സ്തോത്രം. ഇതായിരുന്നു മോശയ്ക്കും പറ്റിയത്. ആയതിനാൽ ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മളോട് ഉപദേശം കേൾക്കുന്നു, എല്ലാം ഉണ്ട്. മിസ്രൈമിലെ ഏതെങ്കിലും രീതികൾ, അയ്യോ അമ്മണിമാമയുടെ കൊച്ചുമോളെ 7 മാസം പോണ്ടേ, 7 കൂട്ടം പലഹാരം കൊണ്ട് വേണം പോകാൻ. ഉടനെ ആത്മാവിന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, കർത്താവേ ഞങ്ങൾ ചെല്ലുമ്പോൾ ബേക്കറി തുറന്നിരിക്കണം, ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കണമേ കർത്താവേ. ബേക്കറി സാധനം മേടിക്കാൻ പോകുമ്പോൾ ആത്മാവിന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് 7 കൂട്ടമായിട്ട് പോവുക. ഒരു അളിഞ്ഞ ഭാഷ ഉണ്ടായിരുന്നു, വയറ് കാണാൻ പോവുകയെന്ന്. അയ്യടാ സ്തോത്രം. ആത്മാവിലാണേലും ഇതൊന്നും വിട്ടിട്ടില്ല. മിസ്രൈമിലെ രീതികളും ദയവായി വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ കാണരുത്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. വേണ്ട വേണ്ട വേണ്ട. മിസ്രൈമിന്റെ ഒരിടപാട് നമുക്ക് വേണ്ട. ഒരിടപാട് വന്ന് 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 ലജ്ജയായവർക്ക് മാനം തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ലൈവായിട്ടൊരു വീഡിയോ കണ്ടതാ. പൂർണ്ണ ഗർഭിണിയായ ഒരു കൊച്ചിന്റെ വയറെ പിടിച്ചുകൊണ്ട് കെട്ടുകഴിഞ്ഞ് മുട്ടും കുത്തി നിൽക്കുക.
എന്തോ അതിനെന്താണ്ട് ഒരു ഫെസ്റ്റിവൽ ഏതാണ്ട് ഒരു സുന്ദരം. ആ പോട്ടെ, ഞാൻ ഓർക്കുമ്പം പറയാം. ബേബി വാഷ്, എന്തോ ആ ബേബി വാഷ് അല്ലേ, ബേബി ഷവർ. സ്വോത്രം. ഗർഭിണിയായ കൊച്ചിന്റെ വയറെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കെട്ടിയോ നിൽക്കുക, എന്നിട്ട് പൂന്തോട്ടത്തിൽ എവിടെയെങ്കിലും നിൽക്കുക, എന്നിട്ട് ബലൂണിനകത്ത് വെള്ള കളറുകളെല്ലാം തെച്ചിച്ച് ഒരാൾ ഓടി വന്ന് കുത്തും. പിന്നെ ഇതെല്ലാം കൂടെ വെറുതെ ഗർഭിണിയായതിന് ആഘോഷിക്കുന്നതാണ്. ഒരു ലജ്ജയില്ലാതെ. സ്തോത്രം. നോ, ആവശ്യമില്ലാത്ത ഒരിടപാടും വേർപെട്ട ദൈവമക്കളുടെ നമ്മുടെ ഒരു വിവാഹത്തിലൊക്കെ പങ്കെടുത്താൽ വരുന്നവർക്ക് ബോധ്യമാകണം നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന്. നമ്മളും കൂടെ അവരുടെ തോളെ കൈയിടുകയല്ല, നിങ്ങൾ ഞങ്ങൾ എന്നുള്ള വ്യത്യാസം ഇതാണെന്ന് വരുന്നവർക്ക് ബോധ്യമാകണം. ആ നിലയിൽ വേണം നമ്മുടെ വേർപാട്, സെപ്പറേഷനും ഒക്കെ. പിന്നെ നമ്മുടെ പാട്ടും പ്രാർത്ഥനയും എല്ലാം അങ്ങനെ ആയിരിക്കണം. സന്ധ്യപ്രാർത്ഥനയിൽ കൃത്യം ഒരു ടൈം നമുക്ക് ഉണ്ടായിരിക്കണം. സന്ധ്യപ്രാർത്ഥന ഒന്നാമത് പാതിരാത്രി പ്രാർത്ഥന ആക്കരുത്, അത് സന്ധ്യക്ക് തന്നെ നടത്തണം. ക്ലിയർ ആയോ? അതിനൊരു പർട്ടിക്കുലർ ടൈം നമ്മൾ വേർതിരിച്ചിരിക്കണം. ഇനി മറ്റേതെങ്കിലും കോട്ടേജ് മീറ്റിങ്ങോ എവിടെയെങ്കിലും യാത്രയൊക്കെ പോയിട്ട് വന്നിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലാത്ത പക്ഷം സാധ്യമാകുന്ന എല്ലാ ദിവസവും ആ കൃത്യ സമയത്ത് കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പാട്ട് പാടിയിരിക്കണം. അത് നമ്മെ അറിയുന്നവരും ചുറ്റുപാടുള്ളവർക്കും ബോധ്യമാകണം. ആ വീട്ടിൽ ഇന്ന സമയത്ത് പ്രാർത്ഥനയാ, അങ്ങോട്ട് കയറി ചെല്ലാതിരിക്കുക നല്ലത്. അങ്ങനെ ചെന്നാൽ പണ്ട് വവ്വാലിന്റെ വീട്ടിൽ വിരുന്നിന് ചെന്ന പോലെ ഇരിക്കും. അതറിയത്തില്ലേ വവ്വാലിന്റെ വീട്ടിൽ വിരുന്ന് ചെന്നത്? വലിയാത്തി കയറി ചെന്നേരം പറഞ്ഞ അങ്ങോട്ട് ഞാൻ നോളെ. മനസ്സിലായോ? എന്ന് പറഞ്ഞല്ലേ ഇപ്പോഴാ ക്ലിയർ ആയതില്ലേ? വന്നാട്ടെ തൂങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങോട്ട്. അല്ല, അവിടെ സെറ്റിയും ടീപ്പോയി ഒന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ, അഥവാ ആരെങ്കിലും വന്നാൽ അവർക്ക് ബോധ്യമാകണം ഈ സമയത്ത് കയറി ചെന്നാൽ ആ വീട്ടിൽ പ്രാർത്ഥനയുടെ സമയമാണ്, അത് കഴിഞ്ഞ് ചെല്ലുന്നതാണ് നല്ലത്. ക്ലിയർ ആയോ? ഞാൻ പണ്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് മറന്നുപോയി. ഇനി തിരിച്ച് ഞാനിടാം. ഒരു ഹൈന്ദവ സഹോദരൻ വീട്ടിൽ സന്ധ്യക്ക് കയറി ചെല്ലട്ടെ. നാമം ജപിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും കയറി ചെന്നാൽ അവർ മൈൻഡ് ചെയ്യോ? ഇല്ല. അങ്ങനെ അതും എന്താണോ പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കത്തേ ഉള്ളൂ. നമ്മളവിടെ കയറി ചുമ്മാ ഇരിക്കുക. 1/4 മണിക്കൂർ ഒരു പത്രം പോലും അവിടെ ഇല്ല നോക്കാന്ന് വെച്ചാൽ. മുഴുവനും കഴിഞ്ഞ് പ്രാർത്ഥിച്ച് വിളക്കും കെടുത്തി കൊണ്ടുവച്ചതിന് ശേഷം എന്താ വന്നത് എന്നേ ചോദിക്കുള്ളൂ. നമ്മൾ പാട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്നപ്പം കോളിമ്മൽ അടിച്ചപ്പോഴേ കൊച്ചിന്റെ കണ്ണ് കാണുന്നു. ചെന്ന് നോക്കാൻ ആരാണ്. കൊച്ചൻ ചെന്ന് കഥ പറഞ്ഞപ്പോഴത്തേന് തങ്കച്ചാനൊക്കെ വന്നേക്കുന്നത്. ആ തങ്കച്ചാനൊക്കെയാണോ? എന്നാ ഇരുന്നാട്ടെ. അയ്യോ പ്രാർത്ഥിക്കാൻ. അതൊന്നും കുഴപ്പമില്ല, ഇരിക്കാൻ പറഞ്ഞു. പുസ്തകവും മടക്കി അങ്ങോട്ട് വെച്ച് കാലിൽ നീട്ടി ഒരു ഇരിപ്പ് ഇരുന്നിട്ടുണ്ടല്ലോ, 10 വരെ ഒരൊറ്റ ഇരിപ്പ്. ലോകത്തുള്ള സകലമാന മനുഷ്യന്റെ കുറ്റവും കുറവും പറഞ്ഞേച്ച് പിന്നെ പറയാം, എന്നാ ഇനി പിന്നെ പ്രാർത്ഥിക്കാൻ കഞ്ഞി എടുത്തോളാൻ പറഞ്ഞു. ഇത് ഇവർക്കും തികയല്ല, വന്നവർക്കും തികയല്ല. മനസ്സിലായോ? അങ്ങനല്ല. നിങ്ങൾ വേറെ ചിന്തിക്കല്ലേ. ഈ തിരുവല്ലയെ തന്നെ കാണുമല്ലോ 5 നേരം നിസ്കരിക്കുന്നവർ. അവന്റെ വീട്ടിൽ ആ സമയത്തൊന്ന് കയറി ചെന്നേ. പാലക്കാട് ഞാൻ താമസിക്കുന്ന തൊട്ടടുത്തൊരു മുസ്ലിം സഹോദരനാണ് താമസിക്കുന്നത്. എന്നെ ഷാർപ്പാന്നറിയാം. ആ ടൈം വരാൻ നോക്കിയിരിക്കുക അവർ. നമ്മളെങ്ങനെയല്ലേ ആ സമയം കഴിഞ്ഞാൽ മതി എന്ന് ഓർക്കുന്നു അല്ലേ? നാളെ കഴിഞ്ഞ് ഉച്ചവരെ ഒന്ന് സഹിച്ചാൽ മതിയല്ലോ. ഇവനെ ചെന്നില്ലെങ്കിൽ പുള്ളി തരുതരെ വിളിക്കുകയും ചെയ്യും. പിന്നെ പുള്ളി വായിരിക്കുന്ന കേൾക്കണം, അങ്ങനെ പോയേക്കാം. നിങ്ങൾ അങ്ങനെ വന്നെന്നല്ല, അങ്ങനെയാണ് നിങ്ങൾ രാത്രി ബന്ധപ്പെട്ട് വരികയല്ലോ. നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. ഞാൻ മടങ്ങി വരുന്നു. ഒരു കാരണവശാലും മിസ്രൈമിലെ യാതൊരു സിസ്റ്റവും നാം അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല, നമ്മിൽ ഉണ്ടാകരുത്. ഞാൻ മടങ്ങി വരുന്നു. ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോന്നതല്ലേ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അന്തരീക്ഷം ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പനും അമ്മയും ഒരു വാക്ക് പോലും മിണ്ടാതെ മുറി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുമ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ. ഈ അമ്മമാർക്കൊരു പ്രശ്നമുണ്ട്. സ്വന്തം കുഞ്ഞിന്റെ കരച്ചിൽ 10,000 കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നടുവിലും അമ്മമാര് പെട്ടെന്ന് തിരിച്ചറിയും. ശരിയല്ലേ? കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോ അമ്മ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അതെന്താ കാര്യം? സ്വന്തം കുഞ്ഞിന്റെ കരച്ചിലാന്ന് മനസ്സിലായി. നോക്കിയിരിക്കുമ്പോഴാണ്ടേ മിരിയാം കുഞ്ഞിനെയും കൊണ്ട് വരിക.
ശ്രദ്ധിച്ചു നോക്കിയപ്പോ മിരിയം തന്നെയല്ല, പിന്നെ ആരാ? മിസ്രൈമിലെ രാജകീയ ഉദ്യോഗസ്ഥ രഥങ്ങളെ വരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നേക്കുമായി കൈവിട്ടു പോയി എന്ന് ചിന്തിച്ചതാ. പെങ്ങള് കൊച്ച് കുഞ്ഞിനെ എടുത്തോണ്ട് വരുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ, അവൾ അതുവരെ 3 മാസം വാ പൊത്തിപ്പിടിച്ച് അങ്ങനെ ആ മോശയ്ക്ക് ഈ വിക്കുണ്ടായത് അറിയാമോ? സ്വോത്രം. ഒരു വാക്കുച്ചരിക്കാൻ അനുവാദം കൊടുക്കാതെ ശബ്ദമെടുക്കുമ്പോഴെല്ലാം വാ പൊത്തിപ്പിടിച്ചാണ് മോശയ്ക്ക് ഈ വിക്കെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് ഈ കുഞ്ഞ് ഇപ്പോ കരയുമ്പോൾ അവൾ ഒരു തടസ്സവും പറയുന്നില്ല. അതാണ് അപ്പനമ്മേ ആകാംക്ഷയോടെ നോക്കിയപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് വരുന്നു. ഒന്നുകൂടെ ശ്രദ്ധിച്ചു, പുറകെ ആണ്ട് രഥങ്ങളും ഉദ്യോഗസ്ഥന്മാരും വീടിന്റെ വാതക്ക് വന്ന രഥത്തിൽ നിന്ന് അവർ ചാടി ഇറങ്ങി. എന്താണെന്ന് അറിയാൻ വയ്യാതെ അപ്പനും അമ്മയും നേരെ മൂത്തി ഇടണ അഹരോനും അന്തം വിട്ടു നിൽക്കുക. പട്ടാള ഉദ്യോഗസ്ഥർ വന്ന് സല്യൂട്ട് ചെയ്തു. കൊട്ടാരത്തിൽ നിന്ന് വരികയാണ്. പാവം മിരിയം ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് എന്തോ പറഞ്ഞ് അറിയാൻ പോലെ നിന്ന് അമ്മയുടെ കൽട്ടി കുഞ്ഞിനോട് കൊടുത്തു. കൊട്ടാരത്തിൽ നിന്ന് ഒരു ഓർഡർ ഉണ്ട്. എന്താ? ഈ കുഞ്ഞിനെ വളർത്തണം, പാല് കൊടുക്കണം, അതിനെ സംരക്ഷിക്കണം. പിന്നെ എങ്ങനെയാണെന്നോ ചിന്തിക്കുകയും നിങ്ങൾ ടെൻഷൻ അടിക്കുകയും ചെയ്യേണ്ട. മാസം ശമ്പളം കൊട്ടാരത്തിൽ നിന്ന് വീട്ടിലെത്തിച്ചോളാം, എല്ലാ ആനുകൂല്യങ്ങളും കൂടെ. സ്തോത്രം. സ്വന്തം കുഞ്ഞിനെ ഗവൺമെന്റിന്റെ എല്ലാവിധമായ ആനുകൂല്യങ്ങളോടും കൂടെ മുല കൊടുത്ത് വളർത്താൻ ഭാഗ്യം ലഭിച്ച ഏക സ്ത്രീ മോശയുടെ അമ്മയാണ്. പ്രൈസ് ദി ലോർഡ്. മാസം ശമ്പളത്തോടെ കുഞ്ഞിനെ പാലൂട്ടി വളർത്താൻ ഉലകത്തിൽ ഏത് അമ്മയ്ക്കാണ് ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്? മോശയുടെ അമ്മയല്ലാതെ. ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലായോ? ജന്മം കൊടുത്തവൻ അസാധാരണത്വമുള്ളവനാണെങ്കിൽ, ദൈവത്തിന്റെ കണ്ണ് പതിഞ്ഞവനാണെങ്കിൽ, അവന് മാത്രമല്ല അവനെ ചുമന്ന ഉദരത്തെയും കൂടെ ദൈവം കാണാതെ പോകയില്ല. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഉദരത്തിൽ ഉരുവായ തലമുറയുടെ കാര്യത്തിൽ ദൈവം ഇടപെട്ടാൽ നിങ്ങളുടെ വിഷയത്തിലും ദൈവം ഇടപെട്ടിരിക്കും, യാതൊരു സംശയവുമില്ല. സ്തോത്രം. അന്തം വിട്ട് നിൽക്കുമ്പോൾ ഇത്രയും കാര്യം പറഞ്ഞ ചവരങ്ങ് പോയി. ഇപ്പം പിന്നൊരു കാര്യം, രാജാവിന്റെ പുത്രയുടെ മോനായിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കൊച്ചുകൂടി താമസിച്ചാലൊക്കെയല്ലേ, നിങ്ങൾ അങ്ങോട്ടങ്ങ് വരണം. അങ്ങോട്ട് വരണമെന്ന് കൊണ്ടോ. കൊട്ടാരത്തിൽ എല്ലാവിധമായ ഫെസിലിറ്റിയും അനുഭവിച്ചാണ് 40 വർഷം മോശ അവിടെ വളർന്നത്. ഞാനൊരു കാര്യം പറയാവേ. 40 വർഷം കൊട്ടാരത്തിൽ വളർന്നല്ലോ മോശ. അതിനുശേഷമുള്ള 40 വർഷം ആടിനെ മേയിച്ചുകൊണ്ട്, അമ്മായിപ്പൻ്റെ ആടിനെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിൽ. അതിനുശേഷമുള്ള 40 വർഷമായിരുന്നു ശുശ്രൂഷ ചെയ്തത്. ടോട്ടൽ 120 വർഷമല്ലേ? ഓക്കെ. ഒരു കാര്യം പറയാനായിട്ടാ, 40 വർഷത്തെ ശുശ്രൂഷ മോശയ്ക്ക് ഉണ്ടായിരുന്നു, ശരിയല്ലേ? പക്ഷെ 80 വർഷമായിരുന്നു ട്രെയിനിങ്. മനസ്സിലായോ? 40 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ട്രെയിനിങ് 80 വർഷം. നടക്കുവോ? നിങ്ങൾ പുസ്തകത്തിൽ ഉടനീളം നോക്കിക്കേ. അണ്ട് ഒരാളെ ശീഘ്രഗതിയിൽ ആത്മനിറവിൽ പോകുമ്പോൾ കുറെ ആൾക്കാരുന്ന് വയലിൽ കാള പൂട്ടുക. ആ 12ാമത്തെ ജോഡിയെ നിൽക്കുന്നതിനെ കണ്ടപ്പോൾ പ്രത്യേകത തോന്നി. പോയ കക്ഷിയുടെ പേര് പ്രവാചകനായ ഏലിയാവ്. പുതപ്പുണ്ട്, അവന്റെ മേൽ ഇട്ടേച്ചങ്ങ് പോയി. പുതപ്പിടുക എന്ന് പറഞ്ഞാൽ അവകാശം സ്ഥാപിക്കുക എന്നർത്ഥം. പുതപ്പ് വീട് കഴിഞ്ഞാൽ പിന്നെ ഇവനുള്ളതല്ല, ആരാണോ പുതപ്പിട്ട അവനുള്ളതാ. മനസ്സിലായില്ല? തിരുവല്ല ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ പുനലൂർക്ക് പോകാൻ വേണ്ടി, പത്തനാപുരത്തിന് പോകാൻ വേണ്ടി അവിടെ ചെന്നപ്പം ബസ് കിടപ്പുണ്ട്. കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഉല്ലാസ് നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് തോന്നിയത്. ഇരുന്ന സീറ്റിലുണ്ടല്ലോ ടവലെടുത്തിട്ട് വെച്ച് ഇറങ്ങിപ്പോരും. ശരിയല്ലേ? ടവലിട്ട് വെച്ച് ഇറങ്ങിപ്പോരും. പോയി നാരങ്ങാളം കുടിച്ചിട്ട് വരുമ്പോൾ വേറെ ആൾക്കാരും. പക്ഷെ നമ്മൾ ഈ ടവല് കണ്ട് പിന്നെ അവിടെ ഇരിക്കുന്നില്ല. ഇവിടെ ആരോ ഉടമസ്ഥനുണ്ടെന്ന് കണ്ടവർക്ക് പിടികിട്ടി. കേവലം 40 മിനിറ്റ് യാത്ര KSRTC ബസ്സിൽ ചെന്ന് ടവലിട്ടപ്പോൾ പിന്നെ ആരും അത് ഒക്കിപ്പോയി ചെയ്തില്ലെങ്കിൽ ആത്മനിറവോടെ ഒരുത്തം പുതപ്പിട്ട സ്ഥിതി ആലോചിച്ച് നോക്കി. കണ്ടോ? അവൻ ചാടി കരയ്ക്ക് കയറി. പുതപ്പ് വീണ് കഴിഞ്ഞാൽ പിന്നെ ഈ ചേറിനകത്ത് നിൽക്കാൻ തോന്നുകയില്ല. നമ്മളെങ്ങനെയാണെന്നറിയോ? ഒരു കാല് കണ്ടത്തിലും ഒരു കാല് കരയ്ക്കുമായിട്ടാണ് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്കൂട്ടർ സ്റ്റാർട്ടാക്കുന്നതിൽ ചേർന്ന് കാല് പൊക്കുന്ന കാണാം. ഇടയ്ക്കിടയ്ക്ക് ഉപവാസ പ്രാർത്ഥന വരുമ്പോൾ മാത്രം. അത് കഴിയുമ്പോൾ പിന്നെയും. മനസ്സിലായോ?
നമ്മൾ വിചാരിക്കും സ്കൂട്ടർ സ്റ്റാർട്ടാക്കാം, നല്ല കണ്ടത്തിൽ നിന്ന് കാല് വലിച്ച് കടക്കി കയറുന്ന, പിന്നെ പുള്ളി പിന്നെ ഇങ്ങനെ അതിന് പിന്നെയും കണ്ടത്തിലോട്ട് പോവുക. പാടുന്നതോ ചേച്ചിലല്ലയോ ഞാൻ കടന്നത് തോർത്ത് നോക്കിയാൽ. ഓർത്ത് നോക്കിയല്ല, തോർത്ത് നോക്കുകയുള്ളൂ. കറക്റ്റാ, നാറ്റമല്ലേ പിന്നെ ഭവിച്ചത്. സ്തോത്രം. നോക്കിക്കേ, എലീശ അങ്ങനല്ല, ഈ പുതപ്പ് വീണ ഉടനെ കരയ്ക്ക് ചാടിക്കേറി, ഒന്നും മിണ്ടിയില്ലേ, എലിയാവിന്റെ പുറകെ പോവുക. അപ്പോഴേ ഞാൻ വരാം, ഒരു കാര്യം ചെയ്യും, എനിക്ക് കുറെ കാര്യം ക്രമീകരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ക്രമീകരണമൊക്കെ നല്ല, പക്ഷെ ഞാൻ നിനക്ക് എന്ത് ചെയ്യുന്നു ഓർത്തോണമെന്ന് പറഞ്ഞു. കുഴഞ്ഞു. നീ പോവുകയോ ക്രമീകരിക്കുക, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. പക്ഷെ ഓർത്തോണം ഞാൻ നിനക്ക് എന്താ ചെയ്തിരിക്കുന്നതെന്ന്. ഉടനെ എന്നറിയാമോ, അതേ ഞാൻ ഏതായാലും വിളികിട്ട് പോവുക, ഞാൻ ഉഴുതുകൊണ്ടിരുന്ന കാളെ ആ മൂലയിൽ ആ തെങ്ങ കെട്ടിയേരി, ഈ പുള്ളി കൂടെ പോകുന്നത്, പുള്ളിക്ക് തന്നെ തിന്നാനും കുടിക്കാനും ഇല്ല. ഏതായാലും ഞാൻ വിശ്വാസത്തല്ലങ്ങ് പോവുക, വല്ല തട്ടുകേടും വന്നാൽ ഒന്നുകൂടെ ഇറങ്ങണമെന്ന് വെച്ചാൽ, അതുകൊണ്ട് കാളെ കളയരുത്, അവിടെ ആ മൂല കെട്ടിച്ച് നിങ്ങൾ പൊക്കോന്നല്ല പറഞ്ഞേ. കരയ്ക്ക് കയറിയ ഉടനെ ഈ കാളെ രണ്ടും പിടിച്ച് കണ്ടിച്ചു. അതുവരെ ഉപയോഗിച്ച കലപ്പയും വെട്ടിപ്പൊട്ടിച്ച് വിറകാക്കി കാളെ രണ്ടും പാകം ചെയ്തു. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ, ഞാൻ കരയ്ക്ക് കയറി ഒരു കാരണവശാലും ഇനി ഈ പഴയ പണിക്കില്ല. മനസ്സിലാകുന്നുണ്ടോ? ഒരു കാരണവശാലും ഞാൻ ഇനി പഴയ പണിക്ക് ഇല്ല. ഞാൻ വിട്ടപ്പോൾ പൂർണ്ണമായും വിട്ടു, കരയ്ക്ക് ചാടി കയറി. മോശ 80 വർഷത്തെ ട്രെയിനിങ് കൊണ്ടെന്നാ പോലെയൊക്കെ ഞാൻ ഈ വരുന്നത്. ട്രാക്ക് എങ്ങും വിട്ടു പോകില്ല. അതിന്റെ കൂടെ ഒരാളെ കൂടെ ഞാൻ കൂട്ടി കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. സ്തോത്രം. കണ്ടോ, അവനെ അവിടെ തീർത്തിട്ടാ പോയെ. ശരിയല്ലേ? ഇനി ഏലീശയുടെ കയ്യിൽ കലപ്പയില്ല, കാളയല്ലോ, ഒന്നുമില്ല. അയ്യോ, അന്നൊക്കെ ഞങ്ങൾ എത്ര കാളയും കൊണ്ട് നടന്നാന്നറിയാവോ? അന്ന് എന്നതായിരുന്നു. ഇന്നത്തെ പോലെ വല്ലുള്ള കാളയാണോ അന്നുള്ളത്? ശരിയാ, ഇന്നത്തെ കാളയൊന്നും അല്ല ഇന്നുള്ള കാള. അത് പറയാതിരിക്കുക നല്ലത്. സ്തോത്രം. ഞാനൊരു കാര്യം പറയാനായിട്ടാണ്, ഇത് കഴിഞ്ഞുള്ള രംഗം ഒന്ന് നോക്കണം. ഈ ഏലിയാവാണെങ്കിൽ ഈ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും പോലെ ഈ കടന്നു വരുവാൻ തക്കവണ്ണമായി ഇടയാ തീരുവാൻ തക്കവണ്ണം സാധിച്ചു, ഈ തക്കവണ്ണം പൊക്കവണ്ണം ക്യുബിക്കടിയും പറയുന്ന ആളല്ല ഏലിയാവ്. ഏലിയാവിന്റെ പ്രാർത്ഥന നോക്കിക്കേ. ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് പോലും കുഴപ്പമുണ്ടായി കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏലിയാവ് ഒരിക്കൽ പ്രാർത്ഥിച്ചില്ലേ? പർവ്വതത്തിൽ വെച്ച് പ്രാർത്ഥിക്കുക, ഓവേ ഇസ്രായേലിൻ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസെന്ന് വെളിപ്പെട്ടതിനും ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തെന്ന് ഇപ്പോൾ വെളിപ്പെട്ടു വരണം. തമ്പുരാൻ പറഞ്ഞെന്നാ നീ തന്നെ കത്തിച്ചോളാൻ. ആ പ്രാർത്ഥനയ്ക്കകത്തല്ല ഞാനായിരുന്നു, ഞാൻ നിന്റെ ദാസനെന്നും ഞാൻ ഈ കാര്യം ചെയ്തെന്നും എന്നാ നീ തന്നെ കത്തിക്കാൻ പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് ഏലിയാവിന് കാര്യം പിടികിട്ടി, പെട്ടെന്ന് തിരുത്തി, യഹോവേ നീ ദൈവം തന്നെ, നീ ജനത്തിന്റെ ഹൃദയം തിരിച്ചെന്ന് ബോധ്യമാകണം, ഇപ്പം വെളിപ്പെട്ടു വരണം. അന്നേരം തീ ഇറങ്ങി. ഈ പ്രാർത്ഥനയ്ക്കകത്തുനിന്ന് ഞാൻ എല്ലായിടത്തും മാറ്റാമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, തമ്പുരാൻ വല്ലതും ചെയ്യും. ശിഷ്യന്മാർക്കും പറ്റിയതാ. ഗുരു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, കുരുടന്മാർക്ക് സൗഖ്യം കൊടുത്ത്, ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നേ ഇല്ല. ഐ നെവർ ന്യൂ ദീ, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടേ ഇല്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട്. ഇത്ര നാളെ മിഷൻ പ്രവർത്തനം നടത്തിയവർ വിളിക്കുക അധർമ്മം പ്രവർത്തിക്കുന്നവരെന്ന്. അതെന്നെ വിളിയാ? വേറെ ചെയ്ത പ്രവർത്തി കണ്ടോ? ഇത്രയും ശുശ്രൂഷ ഇത് വന്നവരെ കർത്താവ് വിളിച്ചതാണ് അധർമ്മം പ്രവർത്തിക്കുന്നവരെ. അതെന്നറിയോ? ഇവര് ചെന്നതല്ല, ഇവർ ചെയ്ത പ്രവൃത്തിയുടെ കെയർ ഓഫില്ല. ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, കുരുന്മാരെ സൗഖ്യമാക്കി, മുടന്തരം നടത്തി. ഈ കെയർ ഓഫ് ചെന്നപ്പം പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നേ ഇല്ലെന്ന്. കണ്ടോ? എന്ന് പറഞ്ഞ പോലെ അല്ല ഇത്. എലീശ ഏലിയാവിന്റെ പുറകെ അങ്ങ് പോവുക. ഏലിയാവാണെങ്കിൽ ഒരു മയമില്ലാത്ത കക്ഷി. എലീശയുടെ ജോലി എന്നറിയാമോ? ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിക്കുക, അത്രേ ഉള്ളൂ. 12 കാളയെ പൂട്ടി അത്ര മുതലാളിയായിട്ട് നിന്നവനുണ്ടല്ലോ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ആകെ കൂടെ ചെയ്യുന്ന ജോലി ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചോളൂ, വേറൊന്നും ചെയ്യുന്നില്ല. ഏത് യോഗത്തിന് ചെന്നാലും ബായി കെടുത്തി വെച്ചാലും വെള്ളം ഒഴിച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ പുള്ളി പുറകെ പോയിരിക്കുക. 2-3 യോഗം കഴിഞ്ഞപ്പോൾ എലീശ പറയാം, അച്ഛാ എനിക്കൊരു സാക്ഷ്യം പറയാനെങ്കിലും 1 മിനിറ്റ്. ഏലിയാവ് എപ്പോഴേലും പറഞ്ഞോ, അച്ഛാ ഇന്ന് വൈകിട്ട് യോഗത്തിൽ 5 മിനിറ്റ് എനിക്ക് തരണം, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്.
സംസാരിക്കില്ല. ഒരു പ്രാർത്ഥനാ വിഷയം പറയാനെങ്കിലും ചോദിച്ചായിരുന്നോ? മിണ്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, പിന്നെയുള്ള നാൾ യജമാനൻ ഇവിടുന്ന് എടുത്തുകൊള്ളപ്പെടുന്ന സമയം വരെ ഒറ്റ വാക്ക് മിണ്ടാതെ പുറകേ നടന്ന് ഈ കൈക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നടക്കുക. അത്രയേ ഉള്ളൂ പണി. വീട്ടുകാരൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര ശുശ്രൂഷയില്ല. ശുശ്രൂഷയുടെ മുഖത്താന്നാ പറയുന്നത്, താഴെയല്ല, ശുശ്രൂഷയുടെ മുഖത്താണ്. എന്നോടൊരാൾ ചോദിച്ച കുമ്പനാനത്ത് 14 വീട്ടുകാർ മറന്നുപോയി. ആരുമാട്ടെ പിന്നീട് കേൾക്കുന്നോണ്ട് വീട്ടുകാർ പറയാതിരിക്കാൻ നല്ലത്. ഇപ്പോഴും ശുശ്രൂഷയുടെ മുഖത്ത് തന്നെയാണോ? എനിക്കങ്ങ് ഇക്കിളെടുക്കും പോലെ തോന്നിപ്പോയി. മുഖത്ത് തന്നെയാണോ എന്ന് പറഞ്ഞതുപോലെ വീട്ടുകാർ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ശുശ്രൂഷയുടെ മുഖത്ത് തന്നെയാണോ? അതെ. ഈ എത്ര ആത്മാക്കൾ നേടി. ഏത് സെന്ററില്ല, സെന്റർ പോയിട്ട് ലോക്കല് പോലും ഇല്ല. യജമാന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തേച്ച് ഭാഗ്യം പിടിച്ചോണ്ട്. ഇതാണ് എലീശയുടെ ശുശ്രൂഷ. അങ്ങനെ ഇരിക്കുമ്പോഴാണ്ട് ഒരു ദിവസം പറഞ്ഞതേ, ഞാൻ എടുത്തുകൊള്ളപ്പെടാൻ സമയമായി, നിനക്ക് വല്ലതും വേണോന്ന് ചോദിച്ചു. വേണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിയപ്പം 12 കാളെ പൂട്ടുന്ന ചുറ്റുപാടും പരിസരമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഉള്ളുകൊണ്ടുവന്ന 2 കാളെ കൊന്നിട്ടാ പോകുന്നത്. എന്നാലും നിലം അവിടെയൊക്കെ കാണുമല്ലോ, കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നല്ലേ, കാര്യങ്ങളൊക്കെ നടന്നു പോകത്തക്ക രീതിയിൽ യജമാൻ എന്തെങ്കിലും ചെയ്താ കൊള്ളായിരുന്നു. മാസം മാസം ഒരു സപ്പോർട്ടുള്ള വഴി ഒന്ന് ഇട്ടേച്ച് പോയാൽ നല്ലതായിരുന്നു. ഇതൊക്കെയാ നമ്മൾ പറയുള്ളൂ. എലീശ പറഞ്ഞ് വേണോന്നാ ചോദ്യം കേൾക്കാൻ നോക്കില്ല. വേണം, പക്ഷെ അത് ഉദ്ദേശിക്കുന്ന കാര്യമൊന്നുമല്ല. അങ്ങയുടെ മേലെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. അങ്ങനെ ചോദിക്കുമെന്ന് ഏലിയാവും പ്രതീക്ഷിച്ചില്ല. ഏലിയ പറഞ്ഞു, നീ ചോദിച്ച നല്ല കാര്യമൊക്കെ, പക്ഷെ കിട്ടാൻ ശകലം പ്രയാസമാണ്. ഞാൻ എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ അത് കാണുന്നെങ്കിൽ നിനക്കുണ്ടാകും. ഇത് കേട്ട നിമിഷം മുതലുണ്ടല്ലോ, ഏലിയാവ് തിരിയാൻ എലീശ സമ്മതിക്കുകയല്ല. കാരണം എപ്പോഴാണ് എടുത്തു കൊള്ളപ്പെടുന്ന അറിയത്തില്ലല്ലോ. നിങ്ങൾ പറ, പിന്നെ എലീശ ഉറങ്ങിയിട്ടുണ്ടോ? ഉറങ്ങാൻ നോക്കുവോ? എപ്പോഴാ എടുത്തു കൊള്ളപ്പെടുന്ന അറിയാൻ പറ്റുമോ? കർമ്മേല് നേരെ താഴോട്ട് വരിക അല്ലേ, എരികോവിലോട്ട് വിടുന്നു, ബഥേലിലേക്ക് പോകുന്നു, ഗിൽഗാലിലേക്ക് പോകുന്നു, എരികോവിലേക്ക് പോകുന്നു. എവിടെ പോയാലും ശരി ഞാൻ പുറകെ ഉണ്ട്. ഏലിയ പറഞ്ഞു, എടാ കൊച്ചനെ, ഞാൻ പോട്ടെ, നീ എന്തിനാ പുറകെ വരണേ? എന്നോടൊന്നും പറയാതെ ഞാനും വരും. ഇതിപ്പം വരാവാന്ന് ചോദിച്ചാലും വരികയില്ല. അന്നേരം ശരിയല്ലേ? ഞാൻ ഗിൽഗാൽ വരെ പോവാ, വരുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഗിൽഗാലോ നീ ബാക്കി നിന്നേം കൂടെ ഏക്കാൻ, ഞാനെങ്ങും വരുന്നില്ല എന്നേ പറയുള്ളൂ. എലീശ അങ്ങനല്ല. എങ്ങോട്ട് പോയാലും തിരിഞ്ഞാലും മറിഞ്ഞാലും കൂടെ നിൽക്കുക. ഇതാ ഈ പ്രാപിക്കാനുള്ളവന്റെ ഗുണം. ഇന്നാണ് എലീശ കാണുന്ന ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതേ പോകാൻ നേരത്തെ എനിക്കൊന്ന് മിസ് കോൾ ഇട്ടാൽ മതി, ഞാൻ നേരം വന്നേക്കാന്ന് പറഞ്ഞ് കയറി കിടന്ന് ഉറങ്ങും. മിസ് കോൾ ഇട്ട് എഴുന്നേറ്റ് ചെല്ലുമ്പോഴത്തേക്കിന് ഏലിയാവ് സ്വർഗത്തിൽ ചെല്ലും. എനിക്കൊന്നും പ്രാപിക്കാൻ ഒക്കുകയാണ്. സ്തോത്രം. ശരിയല്ലേ? നോക്കിക്കേ, ഇവൻ എങ്ങോട്ട് ഇടം വലം തിരിയാതെ കണ്ട് കൂടെ നിൽക്കുക, നിഴല് പോലെ. എനിക്ക് വേറൊന്നും വേണ്ട, അങ്ങയുടെ മേലെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്, ഡബിൾ പോർഷൻ. ഏലിയാ പറഞ്ഞടാ കൊച്ചൻ, ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, എങ്ങോട്ട് പോയാലും ഞാനും വരും. അങ്ങനെ വന്ന് 2 പേരും യോർദാന്റെ തീരത്ത് വന്നപ്പോ എലീശ മാറി നോക്കി, യജമാൻ എന്തോ ചെയ്യുമെന്ന്. യോർദാൻ ഇങ്ങനെ ഒഴുകല്ലേ, അതാതെ ഈ മേളിന് താഴേക്ക് സ്റ്റീപ്പായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ്, വേഗത കൂടിയ നദിയാണ് യോർദാൻ. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ നദി, ഭയങ്കര ഫാസ്റ്റായിട്ട്. നിങ്ങൾ അതൊന്നും മറക്കരുത്. ആ നദിയാണ് പുരോഹിതന്മാരുടെ കാലൊന്നും തൊട്ടപ്പം നിന്നത്. ഒരു ചളിങ്ങിയ സ്തോത്രം. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ നദി പെട്ടക ചൊന്ന് പുരോഹിതന്മാരെ ചവിട്ടിന്നില്ല, ഉള്ളങ്കാല് തൊട്ടപ്പം അവിടെ നിന്നും. എങ്ങനെ? ഈ ഭിത്തി നിൽക്കുന്നല്ലോ വന്നങ്ങ് നിൽക്കുക. ഇതും ചുമന്നോട് നടന്നാത്ത ഗുണം ഇതാ. മനസ്സിലാകുന്നുണ്ടോ? നമ്മളുടെ നാളുകളായി എനിക്ക് മുന്നിൽ ഒഴുകുന്ന ഈ യോർദാൻ ഇന്ന് പകലുകാലം, ഒരു പകലുകാലം. നമുക്ക് പകലുകാലം, ഒരു രാത്രിക്കാലവും, പിന്നെ വട്ടക്കലവും. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കലം. ഇതെല്ലാം പിടിച്ചോ നിൽക്കുമ്പോൾ യോർദാൻ നിന്നെയും കൊണ്ടുപോകും. സ്തോത്രം. നീ ഇവിടെ വട്ടക്കലവും രാത്രിക്കാലം പകലുകാലം വെച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നിന്നെ മുക്കിക്കൊണ്ട് പോകത്തേ ഉള്ളൂ. പക്ഷെ പെട്ടകം ചുമക്കുന്നവൻ അങ്ങോട്ട് വന്നേച്ച് ഈ കാലൊന്ന് തൊട്ടപ്പോൾ അത് അവിടെ നിന്നു.
ഭിത്തി പോലെ നിൽക്കുന്നത്. ബാക്കിയുള്ള വെള്ളം അരാബിലെ കടലായി ഉപ്പുകടൽ ചാവുകടലേക്ക് അതങ്ങ് ഒഴുകിപ്പോയി. ഇതേ വന്ന് നിൽക്കുന്നു. സ്തോത്രം. ക്ലിയർ ആയോ? അപ്പൊ ഇതിവിടെ എന്തോ ചെയ്യുമെന്ന് അറിയാൻ എലീശ ഇങ്ങനെ നോക്കി നിന്ന് യജമാൻ എന്താ ചെയ്യുന്നതെന്ന്. നമ്മളാണ് ഏലിയാവിന്റെ തലക്കച്ച് പ്രായമുള്ള നിങ്ങൾ ഇമ്മ, ഞാൻ ആദ്യം അപ്പുറത്തോട് ചാടട്ടെ, ഇമ്മ നിങ്ങൾ കണ്ണും കാണാൻ മേല ഒന്നും കാണാൻ മേല, അത് കണ്ട് വേറെ ആർക്കെങ്കിലും അറിയാം, ഞാനല്ലേ കൂടെ നടക്കുന്നത്, എനിക്കേ അറിയത്തുള്ളൂ. നിങ്ങൾ അവിടെ നിൽക്കി, ഞാൻ ആദ്യം ഇറങ്ങി അപ്പുറത്ത് വരും, ശരിയാക്കിയ ശേഷം വേണം എങ്ങനെയും ഞാൻ ചോന്നുകൊണ്ട് അപ്പുറത്ത്. ഉറപ്പായിട്ട് നമ്മളാണ് തലക്കച്ചാടും, നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ അല്ലെന്നും പറഞ്ഞു. ഈ കുണപ്പെടാനുള്ളവനെ കണ്ടാ അറിയാവല്ലോ. സ്തോത്രം. മാറി നിന്ന് യജമാൻ എന്ത് ചെയ്യുമെന്നറിയാൻ. സ്തോത്രം. നോക്കിയപ്പോൾ തോളിൽ കിടന്ന പുതപ്പെടുത്തി യോർദാനെ അടിച്ചു. അച്ഛാ എന്തോ ചെയ്യുന്നു ഇവിടെ? ആദ്യം ഞാൻ പുതപ്പ് ഞാൻ അടിക്കാം. നിങ്ങൾ ഈ ഒരേ കൂടും വേദനയും വെച്ചുകൊണ്ട് എങ്ങനെ അടിക്കാനാ? അടിച്ചപ്പോ ഞാൻ ഏറ്റു. ഇതൊന്നും എലീശ പറഞ്ഞില്ല. പറഞ്ഞോ? ഇന്നാണ് അതേ നടക്കുള്ളൂ. ഈ അപ്പനെ ആ ഏറിയയിൽ അടുപ്പിക്കുവോ? നിങ്ങൾ തന്നെ പറഞ്ഞു ഇതുപോലെ ചീക്കറിൽ ഒഴുകുന്ന യോർദാന്റെ കാര്യം വന്നോണ്ട് നിങ്ങൾ പണ്ട് കാക്ക കൊണ്ടുവന്ന് ഇറച്ചി തിന്ന് പറഞ്ഞാലും കാര്യം നടക്കുകയല്ല. പറയല്ലേ? എലീശ മാറി നോക്കുക യജമാൻ എന്താ ചെയ്യുന്നതെന്ന്. നോക്കിയപ്പോ തോളുന്ന് പുതപ്പെടുത്തു, യോർദാനെ അടിച്ചു. ഉണങ്ങിയ നിലം. മനസ്സിലായോ? ഉണങ്ങിയ നിലത്ത് രണ്ടുപേരും അക്കരെ കടന്നു. എന്നിട്ട് മുമ്പിൽ കയറുന്നാണല്ലോ പുറകിൽ നിന്ന്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചുഴലിക്കാറ്റ്. അഗ്നി അശ്വങ്ങളും അഗ്നിമരഥങ്ങളും ഇറങ്ങി വന്ന് ഏലിയാവ് ചുഴലിക്കാറ്റ് എടുത്തു. ഇസ്രായേലിന്റെ തേരും തേരാളിയുമേ എലീശ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ ചുഴലിക്കാറ്റിൽ ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാ. താൻ ദൈവത്തിൽ എടുക്കപ്പെട്ടപ്പോഴാണ്ട് തോളെ കിടന്ന പുതപ്പ് നേരെ താഴോട്ട് വീണ് എലീശ ചാടി പിടിച്ചു. അപ്പോഴേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരാളെ ജീവനോട് പൊക്കിക്കൊണ്ട് പോകുന്ന കാറ്റിനകത്തുനിന്ന് ഒരു തുണി എങ്ങനെ താഴോട്ട് വീഴുന്നേ? എടാ, ഒരാളെ ജീവനോടെ കൊണ്ടുപോയില്ലേ? അന്നേരാണ്ട് കൊണ്ടുപോയി അവിടെ തോളെ കിടന്ന പുതപ്പ് നേരെ താഴോട്ട് വരും. ഇതാണ് വാഗ്ദത്തമുള്ളവന്റെ ഗുണം. ഒരു ചുഴലിക്കാറ്റും നിന്റെ വാഗ്ദത്ത തൊടത്തില്ല. പ്രാപിക്കാൻ ആവേശത്തോടും ആവശ്യബോധത്തോടെ ആണെങ്കിൽ നിന്റെ മേൽ വീഴേണ്ട പുതപ്പ് ഏത് ചുഴലിക്കാറ്റ് നടുവിലും നിന്റെ മേൽ വീണിരിക്കും. കണ്ടോ? എലീശ ആ പുതപ്പ് ചാടിഞ്ഞ് പിടിച്ചു. അതും തോളയിലിട്ടുകൊണ്ട് അന്ന് അടുത്ത രഥം വരുമെന്നറിയാം. അടുത്ത കവലയിലേക്ക് പോയെന്നല്ല. എൻ്റെ ഒരു പുതപ്പുണ്ട്. പിന്നെ കവലയിൽ പോയി അന്നേരം തന്നെ ഈ പുതപ്പെടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഉടനെ ഒരു സെൽഫി. ഞാനും ഏലിയാവിന്റെ പുതപ്പ്. ചെയ്തോ? ഇല്ല. സ്തോത്രം. ഞാൻ ചില കാര്യമൊക്കെ പറയുമ്പം ഇവിടുന്ന് എപ്പോഴാ എന്നെ ഓടിക്കുന്ന അറിയത്തില്ല, എന്നാലും ഞാനങ്ങ് പറയാം. അധികം നാൾ എന്നോർത്ത് നിർത്തിയിട്ടില്ല, കയ്യിലിരിപ്പ് അതുകൊണ്ടായതുകൊണ്ടായിരിക്കാം. എന്തായാലും ആട്ടെ. ചില കാര്യം പറയുമ്പോൾ ആൾക്കാർക്ക് അങ്ങ് വിഷമം തോന്നും. ഈ സുവിശേഷ വേല ചെയ്യുമ്പം ആത്മാർത്ഥമായിട്ട് വേണ്ടേ? വേണം. എൻ്റെ കൂടെ പഠിച്ച കുറച്ചെണ്ണം ഉണ്ട്. മിക്ക ദിവസം വീടിന്റെ കവലത്തിൽ നിന്നുണ്ടോ പരസ്യവും നടത്തുന്നത്. എന്നിട്ട് എന്തറിയാം, 3 പേര് ഇവന്റെ കൂടെ ഉണ്ട്. എവിടെല്ലാം പരസ്യം നടത്തും അതിന്റെ എല്ലാം ഫോട്ടോയും വീഡിയോ എടുത്ത് അതെല്ലാം ഫേസ്ബുക്കിൽ അങ്ങ് അപ്ലോഡ് ചെയ്യുക. അത് ആത്മാർത്ഥമായിട്ട് ചെയ്താണെങ്കിൽ ഇത് ലോകത്ത് ആരെങ്കിലും കാണിക്കാനാണോ? അല്ല. അതെ, നമ്മുടെ ഷിനുപാസ്റ്റൊക്കെ പരസ്യം നടത്തുന്നല്ലേ. ഇത് ലോകത്തെ കാണിക്കാനല്ല, ഇത് നമ്മുടെ ഉത്തരവാദിത്വം എന്ന നിലയിൽ വേണം ചെയ്യാൻ. മനസ്സിലായോ? ദൈവത്തോടാ നമ്മുടെ ഉത്തരവാദിത്വം. വി ആർ ദ റെസ്പോൺസിബിൾ വൺ. ആ നിലയിൽ വേണം ചെയ്യാൻ. എലീശ അതുകൊണ്ട് ഈ പുതപ്പ് കിട്ടിയപ്പോഴത്തേക്ക് നീ പുതപ്പ് ലോകരെ കാണിക്കാൻ. അന്നേരെ ഏലിയാവിന്റെ പുതപ്പ് ഞാൻ മാത്രമേ ഇത് പ്രാപിച്ചുള്ളൂ. എന്നെ രഥമായിരുന്നു അറിയാം. ആ ചുള്ളിക്കാറ്റൊക്കെ ഒന്ന് കാണണ്ടായിരുന്നു. അതിന്റെ നടുവിലൂടെ പുതപ്പെടുക്കാൻ ഞാൻ പെട്ട പാട്. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ ഒന്നുമല്ല. പിന്നെ ഒരുമാതിരിപ്പെട്ട് ചെന്നാൽ നീ പുതപ്പ് കിട്ടത്തില്ലായിരുന്നു എന്നൊന്നും എലീശ പറഞ്ഞില്ല. പറഞ്ഞോ? ഇല്ല. പുതപ്പിന്റെ കാര്യം മിണ്ടിയയില്ല. പക്ഷേ
ഇടയ്ക്ക് ഒരിക്കൽ പോലും അച്ഛാ ഒരു 5 മിനിറ്റ് എനിക്ക് യോഗത്തിന് തരണമെന്ന് പറയാത്തവൻ തുടങ്ങിയത് എവിടാന്നറിയാമോ? യജമാനൻ എവിടെ നിർത്തിയോ അവിടുന്ന് അവൻ തുടങ്ങുക. എലീശ തിരിച്ചു വരികയാണേ. തിരിച്ചു വന്ന് ഇപ്പൊ അക്കരെ കയറണ്ടേ, വെള്ളം വന്നങ്ങ് ഒന്നായില്ലേ. മുമ്പ് യജമാനൻ ചെയ്ത് എങ്ങനെയാന്ന് ഓർത്തു, പുതപ്പെടുത്ത് വെള്ളത്തെ അടിച്ചു. തന്റെ ഊഴം വന്നപ്പോൾ എലീശ യജമാന്റെ പുതപ്പെടുത്തു. അതിന്റെ കൂടെ അവന്റെ തോളെ കിടന്ന ടർക്കിയും കൂടി ഇട്ടില്ല. സ്തോത്രം. ശുശ്രൂഷയ്ക്കകത്ത് കൂട്ടുകൃഷി ഒന്നും ചെയ്യരുത്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. നിന്റേതായിട്ടൊന്നും ആഡ് ചെയ്യണ്ട. മനസ്സിലായോ? ഒരാത്മിക ശുശ്രൂഷയിലും നമ്മുടേതായിട്ടൊന്നും ആഡ് ചെയ്യരുത്. ദൈവം തന്ന കൃപ ദൈവത്തിന് വേണ്ടി മാത്രം. ഓർത്ത് വന്നോണ്ട് പറയാം, 80 വർഷത്തെ കാര്യം വിടരുത്. എലീശയുടെ കാര്യമാണ് പറയുന്നത്. രണ്ടും വെച്ചോണ്ട് ഞാൻ മൂന്നാമത് വേറൊരു പോയിന്റ് പറയാം. അത് വേറൊന്നല്ല, കൃപ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് ശിഷ്യന്മാരോട് വരികയാണ്. തലേദിവസം താമസിച്ച വീട് അറിയാമല്ലോ, പട്ടിണി മാത്രമുള്ളൊരു വീടാ. വന്നപ്പോൾ നന്നായിട്ട് വിശന്നു. ബദാനിയല്ലേ രാഭാഗത്ത്, ഒന്നും കിട്ടിയില്ല. അത്തി കണ്ടപ്പോഴത്തേക്കിന് വല്ലതും കാണുമെന്ന് വിചാരിച്ച് അടുത്ത് ചെന്നപ്പോൾ ഒന്നും കണ്ടില്ല. വിശപ്പിന്റെ ആധിക്യം കൊണ്ട് അത്തിയെ ശപിച്ചു. പിറ്റേ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു നീ ഇന്നലെ ശപിച്ച അത്തി ഇതേ വേരോടെ ഉണങ്ങി നിൽക്കുന്നു. ഒരു കാര്യം പറയാനായിട്ടാണ്. തലേദിവസം അല്ലേ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചേ? ആണല്ലോ. ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവന് സ്വന്തം വിശപ്പ് തീർക്കാൻ എന്തേ ആ കൃപ ഉപയോഗിക്കാഞ്ഞത്? മനസ്സിലായില്ല. എന്താ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചോടെ ആ കൃപ അങ്ങ് തീർന്നോ? ശക്തി ചോർന്നു പോയോ? പിന്നെന്താ? തനിക്ക് വിശന്നപ്പോൾ ആ കൃപ ഉപയോഗിക്കാതിരുന്നു. ഒറ്റ വാക്ക് നാടൻ ഭാഷ പറയാം, കൃപ പിതാവ് കൊടുത്തുവിട്ടത് സ്വന്തം വയറ് വീർപ്പിക്കാനല്ല. അത് തന്നെ കാരണം. മനസ്സിലാകുന്നോ? ദൈവം തന്ന കൃപയും ദൈവം തന്ന ശക്തിയും ദൈവം തന്ന കൃപാവരങ്ങളും സ്വന്തം വയറ് വീർപ്പിക്കാനോ സ്വന്തം കാര്യം സാധിക്കാനോ ഉള്ളതല്ല. ഉത്തരണത് ചെയ്തില്ല. It is only for the edification of the church. ദൈവസഭയുടെ ആത്മിക വർധനവിന് വേണ്ടി മാത്രം. സ്തോത്രം. അല്ല തകിട് കുഴിച്ചെടുക്കാനൊന്നും അല്ല കൃപ തന്നെ. ഓട്ടെ, ഞാൻ മടങ്ങി വരുന്നു. എലീശ യോർദാനെ അടിച്ചു. യോർദാൻ 2 വിഭജിക്കപ്പെട്ടു. അക്കരെ കയറി. ഒരു കാര്യം പറഞ്ഞ് ഞാൻ മോശയിലേക്കിട്ട് വരാം. ഈ എലീശയുടെ ശുശ്രൂഷ നോക്കി ഇന്ന് പഠിക്കാൻ വേണ്ടി സന്ദർഭാനുസരണം വന്നുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞത്. ഏതായാലും സ്ലോയിൽ പോകുന്നതുകൊണ്ട് പറയാനുള്ളതെല്ലാം അങ്ങ് തൊട്ടുതൊട്ടങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അല്ലെ നിങ്ങൾ ചിന്തിരിക്കരുത്. കൂടാരത്തിന്റെ പടം ഇട്ട് വെച്ച് പുള്ളി ഏരിയാവിന്റെ പുറകെ പകലും വൈകിട്ടൊന്ന് പറയരുത്. പിന്നെ അതൊക്കെ പറയാം, എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ആത്മാവെന്ന് പറഞ്ഞ് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടെങ്കിലും പോകുമ്പം പറയത്തില്ലേ എന്ന് പറഞ്ഞാൽ 3 ദിവസമൊക്കെ രാവിലെ മുതൽ പുള്ളി കൊണ്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് അവിടെ വലിച്ചു കിട്ടിയിട്ടുണ്ട്. ആ ഭാഗത്തോട്ട് പുള്ളി വന്നിട്ടേ ഇല്ല എന്ന് പറയും. അത് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് കയറി മുൻകൂർ ജാമ്യം എടുക്കുക. ശ്രദ്ധിച്ചേ. എലീശ ഒരിക്കൽ, എലീശയ്ക്ക് ആ ബൈബിൾ സ്കൂളൊക്കെ ഉണ്ടായിരുന്നേ, ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കൽ ശിഷ്യന്മാര് യജമാനോടെന്ന് പറഞ്ഞു, ഗുരു നമ്മൾ താമസിക്കുന്ന ഇടം ഇടുക്കമുള്ളതാ. അപ്പൊ എല്ലാവർക്കും കൂടെ താമസിക്കാൻ സൗകര്യത്തിന് യോർദാന്റെ തീരത്ത് പോയി നമുക്ക് മരം മുറിക്കാം. എല്ലാവരും പോയി മരം മുറിക്കുക. ഈ മരമുറി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എലീശ വന്നപ്പോൾ ഒരുത്തുന്ന ഭയങ്കര വെട്ട്. പട്ടുവോന്ന് ശബ്ദം കേൾക്കാവേ. അടുത്തു നോക്കിയപ്പം വെട്ടുന്നുണ്ടേലുണ്ടല്ലോ മരത്തിനൊന്നും ഏക്കുന്നില്ല. അതെന്താ? കോടാലി കൈ മാത്രമേ ഉള്ളൂ. കോടാലി വെള്ളത്തിൽ പോട്ട് നാള് കുറയായി. എന്നാൽ ഈ ശബ്ദം കേൾക്കുമ്പം ഭയങ്കര മഴയല്ലല്ലോ വന്ന് കൊള്ളുന്ന അതിന്റെ ഈ ശബ്ദം. പോട്ടെ, അതൊന്നും പറയാനല്ല. എലീശയെ കണ്ടപ്പോ ഇവനെ ഏതായാലും ഉള്ള സത്യം പറഞ്ഞു. യജമാനെ വായ്പ വാങ്ങിച്ചായിരുന്നു, കോടാലി പോയി. ഉടനെ എലീശ ചോദിച്ചു, പോയോ? സാരല്ലോ മോനെ. അതെവിടാ പോയത്? അത് ഇന്ന സ്ഥലത്ത്. അതെന്താ എലീശ അങ്ങനെ ചോദിക്കാൻ കാരണം? ഇതെവിടാ പോയി ചോദിക്കാൻ? ഇന്നടത്താണ്. ഉടനെ എലീശ പുതപ്പിലെടുത്ത് മാറ്റി വെച്ച് സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ നിൽക്കുന്ന പോലെ എടുത്ത് യോർദാന്റെ നടുക്കൂട്ട് ചാടിയോ? ഇല്ല. ചോദിച്ചതിന് കാരണമുണ്ട്. 2 പ്രാവശ്യം യോർദാന്റെ ആഴം കണ്ടവനാണ് എലീശ. മനസ്സിലായോ? യോർദാൻ ആഴം എന്തുമാത്രം ഉണ്ടെന്നറിയാൻ 2 പ്രാവശ്യം യോർദാന്റെ അടിഭാഗം നേരിട്ട് കണ്ടതാണ്.
ഒന്ന് യജമാന്റെ കൂടെ പോയപ്പോൾ, രണ്ട് താൻ തിരിച്ചു വന്നപ്പോഴും യോർദാന്റെ ഡെപ്ത് എന്തുമാത്രം എന്ന് അറിയാവുന്നവനായി ചോദിക്കുന്നത്, ഇതെവിടാ പോയെന്ന്. മനസ്സിലായോ? അതുകൊണ്ടാ ചോദിച്ചത്, എവിടാടാ പോയത്? ഇതിന് ഇത്രയ്ക്കുള്ള ആഴമേ ഉള്ളെന്ന് ശിഷ്യനോട് പറയാൻ കാരണം, ഇതിന്റെ ആഴം കണ്ടവനാ ചോദിക്കുന്നത്, ഇതെവിടാ പോയതെന്ന്. ഞാൻ നിങ്ങളോട് ഒരു ദൂതങ്ങ് പറഞ്ഞങ്ങ് പോകാം. ദൂതോ ആലോചനയോ ഗുണദോഷം എങ്ങനെ വെള്ളം കരുതിക്കോ, നിങ്ങളെ ദൈവം ഏൽപ്പിച്ച് ഇവിടെ ഈ ശിഷ്യം വന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇത് മടക്കി കൊടുക്കണം, വായ്പ വാങ്ങിച്ചതായിരുന്നു. ഞാൻ നിങ്ങളോടും ചോദിക്കട്ടെ, വായ്പയായി നിങ്ങൾ ദൈവം തന്ന ആയുധങ്ങൾ എവിടെങ്കിലൊക്കെ ഊരിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലെ ബൈബിൾ ക്ലാസ്സിൽ അതെവിടെയാണ് നഷ്ടപ്പെട്ടു പോയതെന്ന്, ഇത് ഉപവാസ പ്രാർത്ഥനയല്ല, ബൈബിൾ ക്ലാസ് തന്നെ, ഞാൻ ദൈവാത്മാവ് നിങ്ങളോട് പറയട്ടെ, എവിടെയാണോ അത് താഴെ പോയത്, എവിടെയാണത് നഷ്ടപ്പെട്ടു പോയത്, എവിടെയാണത് കൈവശം വന്നത്, യജമാനോട് പറ, തിരികെ തരാൻ യജമാനൻ വിശ്വസ്തൻ. അപ്പോഴേ 40 വർഷമാണ് മോശയുടെ ശുശ്രൂഷ, പക്ഷെ 80 വർഷം ട്രെയിനിങ്. പറ്റുമോ? അങ്ങനെ ഇരുന്നുകൊണ്ടൊക്കെ ആ മോശ ദൈവം ഇങ്ങനെ ഉപയോഗിച്ച് 40 വർഷം മിസ്രൈമിലെല്ലാം അഭ്യസിച്ചു. അത് കഴിഞ്ഞ് പിന്നീടാണ് ആടിന്റെ പുറകെ, വല്ല ബോധം വെളിവുള്ള സാധനമാണ്. മിസ്രൈമിലെ ടെക്നോളജി ആടിനോട് പറഞ്ഞാൽ ഏക്കുവോ? കൊട്ടാരത്തിൽ പഠിച്ച ജ്ഞാന വല്ലം വെച്ചോണ്ട് ആടിനോട് സംസാരിച്ച് ആടിന് വല്ലം പിടികിട്ടുവോ? ഇല്ല. സ്തോത്രം. 40 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി 80 വർഷത്തെ കോച്ചിങ് ആണ് ദൈവം മോശയ്ക്ക് കൊടുത്തത്. നമുക്കിപ്പോൾ അതൊന്നും ഇല്ലല്ലോ. എന്നൊരു പയ്യൻ പറഞ്ഞില്ലേ, റോമാലേഖനം ഭയങ്കര ആഴം, നിങ്ങൾക്കൊന്നും പിടികിട്ടിയെന്ന്. അവന് 13 വയസ്സേ ഉള്ളൂ. അവൻ പറയാ, നിങ്ങൾക്കൊന്നും അങ്ങനൊന്നും പിടികിട്ടി. അവനെ ആ മൈക്ക് ചൊവ്വനാരെ പിടിച്ച പിന്നെ അവനെ കാണാൻ മേല. കട്ടിയാണ്, അതാ ഭയങ്കര ശകലം കട്ടിയാ കേട്ടോ, അങ്ങനൊന്നും നിങ്ങൾക്ക് കിട്ടുകയെന്ന് പറഞ്ഞു. ഇവനെങ്ങനാ കിട്ടിയേ? സ്തോത്രം. മോശയുടെ ട്രെയിനിങ് നോക്കുക, 80 വർഷത്തെ ട്രെയിനിങ്. കർത്താവ് ശിഷ്യന്മാരെടുത്തപ്പോൾ മർക്കോസ് 4:13 നമ്മൾ വായിക്കുന്നില്ലേ, അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കാൻ അയക്കേണ്ടതിനും. അപ്പൊ ആദ്യം എന്തോ ചെയ്യണം? നമ്മൾ പറഞ്ഞ അങ്ങനെയല്ല, വാട്സാപ്പിനകത്ത് ഇട്ടേരത് വായിച്ചേച്ച് ഞങ്ങൾ പ്രസംഗിക്കാൻ പൊക്കോളാം. ആരും കൂടെ ഇരിക്കാൻ റെഡിയല്ല. കൂടെ ഇരുന്ന് എന്നോട് ചേർന്നിരുന്ന് എന്നോട് പഠിച്ച് എന്റെ മുഖം ഏറ്റെടുത്ത്, എന്റെ മുഖം മൃദുവും ലഘുവാകയാൽ ഇതൊക്കെ ഒന്ന് ഏറ്റെടുത്ത് ഇതുവഴി പോകണമെന്നാ പറഞ്ഞേ. എന്നിട്ട് പോകാനകത്തൊരു കാര്യം പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, അതെല്ലാം എനിക്കുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും തന്നിരിക്കുക. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിക്കണം. പിന്നെ ഒരു കാര്യം, ഞാൻ കൂടെ ഉണ്ടെന്ന് ഓർത്തോണം. അതാ പറഞ്ഞു. എടാ, ഞാൻ പറഞ്ഞതല്ലാതെ എന്തെങ്കിലും കൈ നിട്ട് പറയാൻ ശ്രമിച്ചാൽ സൂക്ഷിക്കണം, ഞാൻ കൂടെ ഉണ്ടെന്നാ പറഞ്ഞു. ഞാൻ പഠിപ്പിച്ചത് എന്താണോ അതങ്ങ് പഠിപ്പിച്ചാൽ മതി. ഓർത്തോണം, ലോകാവസ്ഥാനത്തോളം ഞാൻ കൂടെ ഉണ്ടെന്ന്. മനസ്സിലായോ? അപ്പൊ കൂടെ ഒന്ന് ഇരുന്ന് പ്രാപിച്ചിട്ടൊക്കെ വേണം ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, ഏത് ശുശ്രൂഷയാണ് എന്നെ ഏൽപ്പിച്ചെന്ന് തിരിച്ചറിയണം. ഇതൊക്കെ ഇതിനകത്തുള്ളതാണേ, ഞാൻ ഇപ്പോഴെല്ലാം ഓങ്ങി വെക്കുക. പണ്ട് ചെവിക കമലത്ത് ഒരു ചെണ്ടൗട്ട് കണ്ട് ഓർക്കുന്നില്ലേ? ചെവിക കമലത്തെ കക്ഷിയിൽ രണ്ടും ചെണ്ടൗട്ട് കണ്ടു. രണ്ടുപേരും തമ്മിൽ നോക്കിയിട്ട് തമ്മിൽ പറഞ്ഞു, ഇപ്പൊ ഓങ്ങി വെക്കുന്നേ ഉള്ളു. എന്ന് പറഞ്ഞവർ ഞാനിപ്പോ ഓങ്ങി വെക്കുക, പിന്നെ അങ്ങോട്ട് വരാം. അപ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് നാം പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ കൂടെ ഇരുന്ന് അഭ്യസിച്ച ട്രെയിനിങ് ഒക്കെ കിട്ടി വേണം. അങ്ങനെ പറ്റൂ. ആ ട്രെയിനിങ് കൊടുക്കാൻ നമ്മൾ അല്പം റിസ്ക് ഒക്കെ എടുക്കണം, നമുക്ക് നമ്മുടെ തലമുറയ്ക്കും. ഏറ്റവും ഒടുവിലത്തെ നമുക്കറിയാം, യോഹന്നാൻ മരുഭൂമിയിൽ പ്രവചിക്കുക. ശുശ്രൂഷന്മാർക്കൂടെ വിശ്വാസികൾക്കൂടെ ബോധ്യം വരാൻ വേണ്ടി പറയുകയാണേ. പകല് ഞാൻ നോങ്ങി വെച്ചപ്പോൾ അന്നേരം അതിലൊന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. പിന്നെ ഷിവപാസ് പറഞ്ഞ് സമയം കിട്ടുകയാണ് അതിലൊന്ന് കയറിപ്പോ, അങ്ങോട്ട് വരുവാ ഞാൻ.
സ്വോത്രം. ശിവപാസ് നോക്കി ഏത് കാര്യത്തിലാണ് ഇനി പുള്ളി കയറി പിടിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ, അപ്പനാരാണ്? പുരോഹിതൻ. മകനാരാണ്? പ്രവാചകനാ. ശരിയല്ലേ? അതിന്റെ കാര്യമുണ്ട്. ഈ കൊച്ചിനെ കൈ കിട്ടിയപ്പം വാര്യാപുര യോനാച്ചന്റെ അരികെ കൊണ്ടുപോയില്ല. പുള്ളിയാണല്ലോ ഷാർപ്പ് തൂത് പറയുന്നത്. മറിച്ച് യോനാച്ചാനെ ബഹുമാനില്ലാതെ പറഞ്ഞല്ല, തെറ്റിദ്ധരിക്കരുത് കേട്ടോ, അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം തന്നെ കുഞ്ഞിന് കയ്യിലത് ഒരു പ്രവചനം നടത്തി. നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, കർത്താവിന്റെ വഴി ഒരുക്കുവാനും. സാധാരണ അപ്പന്മാർ എന്ത് ജോലി ചെയ്യുന്നോ ആ നിലയിലേക്ക് മക്കൾ വരണമെന്നല്ലേ. അപ്പൻ ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ ഇഷ്ടം മക്കളും ഡോക്ടർ ആകണമെന്നാണ്. അപ്പൻ എഞ്ചിനീയർ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്, അല്ലേ? യെസ്. അപ്പൊ പുരോഹിതനായ സെഖറിയാവ് യോഹന്നാനെ ന്യായമായിട്ടും ആരാക്കണം? അതാണ് അതിന്റെ ട്രാക്കും, കറക്റ്റ് ട്രാക്കും അതാ. പക്ഷേ അപ്പം പ്രവചിച്ചു പറഞ്ഞു, ഞാൻ പുരോഹിതനാണെങ്കിൽ നീ കേവലം പുരോഹിതനായ പോരാ, നീ പ്രവാചകനാകണം. ഞാനൊരു കാര്യം പറയാം, മക്കൾ ആരാകണമെന്ന് വല്ലവർത്തും കിടന്നവനല്ല പ്രവചിക്കേണ്ടത്, നീ തന്നെ പറയണം നിന്റെ തലമുറ ആരാകണമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? രാത്രി പ്രാർത്ഥിക്കുമ്പോൾ തലമുറ തലമേൽ കൈവച്ചിട്ട് നിങ്ങൾ ആത്മാവി പറയണം, നീയോ പൈതലേ നാളെ ഇന്നയാളായി മാറും, നീ ഇന്നതായി തീരുമെന്ന് കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച അപ്പനും അമ്മയും പ്രവചിക്കണം. സ്തോത്രം. എന്റെ വിഷയം അതല്ല. ഈ യോഹന്നാൻ വളർത്തിയെടുത്ത രീതി ഒന്ന് പറയാനായിട്ടാണ്. യോഹന്നാന്റെ ഭക്ഷണം എന്തായിരുന്നു? വെട്ടുക്കിളിയും കാട്ടുതേനും. വെട്ടുക്കിളി ഏതാണെന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്നില്ല. ഏതായാലും ഈ പുല്ലേക്കൂടെ നടക്കുന്ന സാധനം അല്ലെന്ന് മാത്രം ഇപ്പം അറിഞ്ഞാൽ മതി. അത്ര ഗതികേടൊന്നും ചക്കരയാൻ്റെ വീട്ടിൽ വന്നിട്ടുമില്ല, ദൈവം അങ്ങോട്ട് ഒരുക്കി വെക്കുകയില്ല. ആ സാധനമല്ല. ദൈവനെ വെച്ചാൽ ഞാൻ ആ വെട്ടുക്കിളി എന്താന്നുള്ള ഫോട്ടോ പിന്നെ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് ആ വഴക്കങ്ങ് മാറിക്കിട്ടും. അതിനാ ഈ പുസ്തകത്തിലെ പല പദപ്രയോഗങ്ങളും കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇതൊക്കെ എന്തോ ഗതികേടാണ്, ഇല്ലേ? ദേശത്തെല്ലാം ക്ഷാമം വന്നപ്പോൾ തിന്നാനൊന്നുമില്ല, പ്രാകാഷ്ടം. അപ്പൊ നമുക്കൊരു ചിന്തയുടെ പ്രാവിന്റെ കാട്ടത്തിന് ആ ചെറിയ ടേസ്റ്റ് കാണുമായിരിക്കും, അല്ലേ? സംഭവം എന്നാന്നറിയാവോ? ഈ ഇംഗ്ലീഷിലെ അവിടെ കൊടുക്കുന്ന ഡൗസ് ഡങ് എന്നാ. കറക്റ്റാ. ഡവ് എന്ന് പറഞ്ഞ പ്രാവ്, പ്രാവിന്റെ കാഷ്ടം, ഡങ് കറക്റ്റാ. പക്ഷെ സംഭവം എന്നാന്നറിയാമോ? ഈ പ്രാവിന്റെ കാഷ്ടം വീണ് കിടന്നാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് ഈ പൂവും അതിനകത്തുള്ള പഴവും കണ്ടു കഴിഞ്ഞാൽ. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ പ്രാവ് കാട്ടിച്ചാന്നുള്ള അതേ രീതിയിലായിരിക്കണം. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അതിന് പേര് വന്നു ഡൗസ് ഡങ്, പ്രാവിന്റെ കാഷ്ടം. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. വൈദ്യനാഥ അയ്യർക്കും ചാത്തുമ്മനോനും ഇതെന്താന്ന് വല്ലതും അറിയാവോ? അവരല്ലേ പരിഭാഷപ്പെടുത്തിയേ. ആ ബോധം ആദ്യം നമുക്ക് വേണം. വൈദ്യനാഥ അയ്യർക്കും ചാത്തുമ്മനും ഇത് അറിയാൻ വയ്യല്ലോ, ഇതിന്റെ റൂട്ട് അവിടെ കിടക്കുന്നത്. അവരാ ഡൗട്ട്സ് ഡങ് എന്നുള്ളത് നേരെ മലയാളത്തിൽ അങ്ങനെ തന്നെ കൊടുത്തു. വല്ല തെറ്റുണ്ടോ? പണ്ട് MA ഇംഗ്ലീഷുകാരൻ സാഹിബിന് പരിഭാഷപ്പെടുത്തി ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്. സാഹിബ് ഇംഗ്ലീഷിൽ അത് പറഞ്ഞു, പരിഭാഷപ്പെടുന്ന ആള് പറഞ്ഞു വാക്ക് ദശയായിട്ട് മാറി. കറക്റ്റ് അല്ലേ? ഫ്ലഷ് എന്ന് പറഞ്ഞ MA ലിറ്ററേച്ചറുകാരന് തെറ്റുപറ്റുമോ? അതേ പ്രിയരെ, വാക്ക് ദശയായിട്ട് മാറി. പളക്കുറിച്ച് പോലാത്ത തങ്കമ്മയ്ക്ക് വരെ അറിയത് എന്താ ഉദ്ദേശിച്ചെന്ന്. ശരിയല്ലേ? വചനം ജഡമായി തീർന്നു, അതല്ലേ കറക്റ്റ്? പക്ഷെ മറ്റേ പുള്ളി പരിഭാഷപ്പെടുത്തും കറക്റ്റാ. വാക്ക് ദേശമായിട്ട് മാറുന്നു, എന്നാ തെറ്റ്? ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ഇല്ല. അവിടെ തെറ്റ് എന്ന് പറഞ്ഞതുപോലെ ഈ ഉപയോഗിക്കുന്ന രീതികൾ, ചില പദപ്രയോഗങ്ങൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അതല്ല, ഞാൻ മടങ്ങി വരിക. അപ്പൊ ഈ പ്രാകാഷ്ടം എന്ന് പറഞ്ഞാൽ ഇതല്ല അതിന്റെ അർത്ഥം. എന്നതുപോലെയാണ് ഈ വെട്ടുക്കിളിയും തേനും. ഇനി ഇതിലൂടെ നടക്കുന്ന വെട്ടുകിളി തന്നെ ആയിക്കോട്ടെ, എന്റെ വിഷയം അതല്ല, എന്റെ ചോദ്യം അതല്ല. ഈ പ്രവാചകനാക്കി വളർത്തിക്കൊണ്ടുവരുന്ന ഈ യോഹന്നാൻ എന്ന ഈ കുഞ്ഞിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അപ്പന്റെ ജോലി എന്താണ്? പുരോഹിതൻ. എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി രാവിലെയും വൈകുന്നേരം യാഗം നടത്തണം. ഇസ്രായേൽ നിയമമനുസരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ ആലയത്തിൽ വഴിപാട് നടത്താൻ ഈ ചുറ്റും പാർക്കുന്നവരാരെങ്കിലും ഒക്കെ വരും, കൊണ്ടുവരും. പശുക്കിടാവോ കാളക്കിടാവോ കോലാട്ടുകൊറ്റനോ ചെമ്മരിയാടോ ഇനി ഒന്നുമില്ലെങ്കിൽ കുറുമ്പ്രാവിനെയെങ്കിലും കൊണ്ടുവരും. മിക്കവരും ആട്ടുകൊറ്റനെ ആയിരിക്കും കൊണ്ടുവരുന്നത്. ആടിനെ, ആട്ടുകൊറ്റനെ, ചെമ്മരിയാടോ കോലാടോ എന്തെങ്കിലും ആയിരിക്കും. ഈ കൊണ്ടുവന്ന് അർപ്പിക്കുന്ന യാഗത്തിന്റെ നല്ലൊരു ശതമാനവും
ആ മാംസം പുരോഹിതൻ അവകാശപ്പെട്ടതാ. ക്ലിയർ ആയോ? പുരോഹിതൻ അവകാശപ്പെട്ടതാ. അങ്ങനെയാണെങ്കിൽ രാവിലെയും വൈകുന്നേരം നടക്കുന്ന യാഗത്തിന്റെ ഒരു ഭാഗം സെക്കരിയാവിന്റെ വീട്ടിൽ കാണുവോ ഇല്ലയോ? കാണും. ചുരുക്കി പറഞ്ഞാൽ 365 ദിവസവും സെക്കരിയാവിന്റെ വീട്ടിൽ ഇറച്ചിയുണ്ട്. ഇല്ലേ? നിങ്ങൾ ഈ പുറയിൽ കുഞ്ഞിനെ മടി വെച്ചോണ്ടിരിക്കുന്നല്ലോ. നിങ്ങൾ ആഹാരം കഴിക്കുമ്പം ഇപ്പൊ പിന്നെ കൊച്ചിനെ ഒന്നും തൊടിക്കുകയല്ല. അയ്യോ കുഞ്ഞിന് എരിയും കുളിക്കുമെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയല്ല. നല്ല അമ്മച്ചിമാരുണ്ടെങ്കിൽ എന്നാന്നറിയാം, കൊച്ചിനെ അടുത്ത് മടി വെച്ചേച്ച് ചോറ് എടുത്തിട്ട് അങ്ങോട്ട് ഉരുട്ടി ഒന്ന് ഞെരടി എരിവും പുളിയെ കൂട്ടി കൊച്ചി എരിവും പുളിയൊക്കെ തിന്ന് വളരട്ടെന്ന് പറഞ്ഞാൽ കൊടുക്കും. ശരിയല്ലേ? ഞാൻ ചോദിച്ചു വന്ന അതല്ല. യോഹന്നാനെ ആ വീട്ടിൽ ഇതൊന്നും കൊടുക്കാതെ വളർത്തുമ്പോൾ ആ വീട്ടിൽ ഇറച്ചി വെകുന്ന മണം മാത്രമേ ഉള്ളൂ. ഇല്ലേ? കാര്യം ഇവനെ ആശീർവദത്തിനായിട്ടൊക്കെ വളർത്തുകയാണെങ്കിലും കുഞ്ഞതിന്റെ രുചിയൊക്കെ അറിയട്ടെന്നും പറഞ്ഞ് ശകലേലും നുള്ളി ആ കുഞ്ഞിന് നാക്കെ വെച്ച് കൊടുത്തോ? അപ്പനും അമ്മ ഈ ആഹാരം കഴിക്കുമ്പോഴും ഈ കുഞ്ഞ് എന്തിനു വേണ്ടി ഉള്ളവനാണെന്നറിഞ്ഞ് അവന്റെ വ്രതം തെറ്റിക്കാതെ വെട്ടുക്കളിയും തേനും മാത്രം കൊടുത്ത് ആ കുഞ്ഞിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ അതിന് അപ്പനും അമ്മ എന്തുമാത്രം വില കൊടുത്തെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഇന്നെങ്ങാനും ആണല്ലോ. സ്വോത്രം. ഇപ്പൊ പിള്ളേർക്ക് ഇട്ടൊരു സാധനമല്ലേ, ഈ വിര പോലെ കിടക്കുന്ന സാധനം. ഞാൻ എന്തിനാ പറയുന്നോട്ടം മിണ്ടാൻ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാഞ്ഞൊരു പോലെ കിടക്കുക, അത് മതി. ഇന്നത് മതി എന്ന് പറഞ്ഞാൽ അത് മതി. എനിക്കത് വേണ്ട, ഇന്നത് വന്ന് ബലം പിടിച്ചാൽ അതേ ഉള്ളൂ. നോക്ക്, ദൈവത്തിന് പ്രയോജനപ്പെടുന്ന തലമുറയെ അപ്പനും അമ്മയും വളർത്തിയത് കണ്ടോ? ഞാൻ ആ ഭാഗം ചിന്തിക്കുമ്പോൾ അന്തം വിട്ടു പോയിട്ടുണ്ട്. ആ വീട്ടിൽ ഇറച്ചിക്ക് ഒരു കുറവുമില്ല. ഏതെല്ലാം ടൈപ്പ് ഇറച്ചി. പശുക്കിടാവിനെ കൊണ്ടുവന്നാൽ അതിൻ്റെ ഉണ്ട്, കോലാട്ടുകൊട്ടിനെ കൊണ്ടുവന്നാൽ അതിൻ്റെ ഉണ്ട്, ചെമ്മരിയാനെ കൊണ്ടുവന്നാൽ അതിൻ്റെ ഒരു ഭാഗമുണ്ട്. ഒന്നും അല്ലെങ്കിൽ കുറുമ്പ്രാവ്, എന്തും ആയിക്കൊള്ളട്ടെ, അതിന്റെ നല്ലൊരു ശതമാനം രാവിലെയും വൈകുന്നേരം ആ വീട്ടിൽ ഇറച്ചിയുടെ മണമേ ഉള്ളൂ. പക്ഷെ ആ കൊച്ചനെ തൊടിയിച്ചില്ല. അതിന്റെ കാരണം അവൻ എന്തിനു വേണ്ടി ഉള്ളവനാണെന്നറിഞ്ഞ് അതനുസരിച്ച് ട്രെയിൻ ചെയ്തു. വല്ലോ മനസ്സിലായോ? ഇപ്പൊ അങ്ങനെയൊക്കെ നടന്നാലും പക്വതയൊക്കെ ആകുമ്പം പിള്ളേരിഞ്ഞ് വന്നോളൂ. ഒന്നേ വരും, നോക്കിയിരുന്നാ മതി. സ്തോത്രം. 40 വർഷത്തെ ശുശ്രൂഷയ്ക്ക് 80 വർഷത്തെ ട്രെയിനിങ് ആണ് മോശയ്ക്ക് കൊടുത്തത്. സ്തോത്രം. പോട്ടെ, ഈ 80 വർഷം കഴിഞ്ഞ് മിസ്രൈമിലെയും മരുഭൂമിയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഇരിക്കും. ആടിനെ തീറ്റി പുള്ളിച്ച് നേരെ ഹോരേബ് വരെ ചെന്നു. ആ ഹോരേബ് എന്നുള്ള പദം പറയുമ്പോൾ ഹ എന്ന ശബ്ദം ഉച്ചരിക്കാതെ ഖ എന്ന പദം ഉപയോഗിക്കണേ. ഹോരേബ്, അതാണ് കറക്റ്റ്. മലയാളത്തിൽ ഹോരേബാണ്, ഞാൻ എബ്രായ ഭാഷയിലേ പറഞ്ഞേ. ഞങ്ങൾ യുവനേരെ ഹോരേബ് എന്ന് പോലും പറയാൻ പറ്റാത്തവർ ഞങ്ങളെ കൊണ്ട് ഹീബ്രു പറയിപ്പിച്ചിട്ട് അടങ്കോളൊന്നും ചിന്തിക്കരുത്. ഞാനത് അർത്ഥം പറയാനായിട്ടാ. ഹോരേബ് ഖായാണ് ഉച്ചരിക്കണ്ടേ, യോഹന്നാൻ അല്ല. പോട്ടെ. അപ്പോ ഹോരേബ് എന്ന വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? കഷ്ടതയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയല്ലേ. മോശയ്ക്കിട്ട് ട്രെയിനിങ് ചെന്ന് അതിന്റെ നെല്ലിപ്പലക വരെ ചെന്ന് നിൽക്കുമ്പോഴാണ്ട് ദൈവപ്രത്യക്ഷത. സ്തോത്രം. എന്താ സംഭവം? ഒരു മുൾപ്പടർപ്പ് കത്തുന്നു. മോശ അങ്ങോട്ട് അടുത്ത് ചെന്നപ്പം അവിടുന്ന് ഒരു അരുളപ്പാട്. എന്താണ്? മോശേ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചു കളക. ഒരു കാര്യം അവിടെ പറഞ്ഞിട്ട് ഞാൻ മോശയുടെ കാര്യത്തിലേക്ക് വരുള്ളൂ. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചു കളയാൻ പറഞ്ഞു. അപ്പൊ വിശുദ്ധ സ്ഥലത്ത് ഈ ചെരുപ്പ് ഇട്ടോട് നിൽക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് ദൈവം സംസാരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം. അതിന് ശേഷമാണല്ലോ മോശ മിസ്രൈമിൽ ചെന്ന് ജനത്തെയും കൊണ്ടുവന്നു. 40 വർഷം മരുഭൂമിയുടെ യാത്ര ചെയ്തപ്പോഴത്തെ കാര്യമാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത്. കനാൻ ദേശത്ത് ചെന്ന് കയറിയേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ്ട് യോശുവ അങ്ങോട്ട് നടന്നു ചെല്ലുമ്പം വേറൊരു കാഴ്ച. ഒരാൾ വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. യോശുവയ്ക്ക് ഒരു സംശയം, നമ്മുടെ സെൻട്രലിലെ ആണോ അപ്പുറത്തെ സെൻട്രലിലെ ആണോ? ചോദിച്ചു, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ? മറുപടി,
ഞാൻ ആ പക്ഷവുമല്ല ഈ പക്ഷവുമല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സൈന്യാധിപനായി ഇറങ്ങി വന്നിരിക്കുക. എന്നിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം, നിൽക്കുന്ന സ്ഥലം വിശുദ്ധമായതുകൊണ്ട് കാലിന് ചെരുപ്പം കളഞ്ഞേക്കാൻ പറഞ്ഞു. ഇനി പതുക്കെ ഞാൻ സ്ലോ ചെയ്യാം. ആക്സിലേറ്റർ ഞാൻ കാലെടുക്കുക, പതുക്കെ സ്ലോ വരാം. 40 വർഷം മുമ്പ് മോശയോട് ദൈവം പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി, അതുകൊണ്ട് കാലിന് ചെരുപ്പ് അഴിച്ചു കളയണം. ഓക്കെ, മോശ അത് ചെയ്തു. ദൈവം തന്നെ ഉപയോഗിച്ചു. ജനത്തെ പിടിച്ചുകൊണ്ട് 40 വർഷം വഴിപോട് നടന്ന് കനാൻ ദേശം എന്ന് കയറി കഴിഞ്ഞപ്പോൾ, അങ്ങ് കയറുന്നതിന് മോശ മരിച്ചല്ലോ. യോശുവ ആണല്ലോ പിന്നെ ലീഡർഷിപ്പ് ഏറ്റെടുത്തത്. ആ യോശുവ അങ്ങോട്ട് ചെല്ലുമ്പോൾ യോശുവയുടെ ദൂതം പറയാ, നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആയതുകൊണ്ട് കാലിൽ നിന്ന് ചെരിപ്പ് അഴിച്ചു കളയണം. കണക്കുകളൊന്നും തെറ്റിക്കരുത്. 40 വർഷം കഴിഞ്ഞിട്ടല്ലേ. 40 വർഷം എന്ന് പറഞ്ഞാൽ ഒരു തലമുറ കഴിഞ്ഞെന്നർത്ഥം. ക്ലിയർ ആയോ? ഞാനിപ്പോ പറഞ്ഞതൊക്കെ മനസ്സിലായോ? അതൊന്നുകൂടെ പറയണോ? വേണ്ട. 40 വർഷം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ 40 വർഷത്തെ കണക്ക് വേദപുസ്തകത്തിന്റെ പഠന നിമിത്തം 40 വർഷം എന്ന് പറഞ്ഞ ഒരു തലമുറ കഴിഞ്ഞെന്ന അർത്ഥം. ഒരു കാര്യം പറയാനായിട്ട്, മോശയോട് ദൈവം വിശുദ്ധിയുടെ പ്രമാണം എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് തലമുറ കഴിയുമ്പോഴും ദൈവം പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, വിശുദ്ധിയുടെ പ്രമാണത്തിനകത്ത് തലമുറ എത്ര കഴിഞ്ഞാലും അണുവിട വ്യത്യാസമില്ലെന്നർത്ഥം. ക്ലിയർ ആകുന്നുണ്ടോ? അതൊക്കെ അപ്പച്ചന്മാരുടെ കാലത്ത് അങ്ങനെ ആയിരുന്നു. ഇപ്പൊ ഇങ്ങനെ മതി. നോ. അപ്പച്ചനായ മോശയോട് ദൈവം എന്തു പറഞ്ഞോ അത് തന്നെയാണ് ചെറുപ്പക്കാരനായ ജോഷുവയോടും ദൈവം പറഞ്ഞത്. വിശുദ്ധിയുടെ പ്രമാണത്തിൽ ദൈവത്തിന് ഒറ്റ വാക്കേ ഉള്ളൂ, മാറ്റി പറയുന്നില്ല. എല്ലാം പിടി കിട്ടുന്നുണ്ടോ? അപ്പൊ വിശുദ്ധിയുടെ പ്രമാണത്തിനകത്ത് ഏറ്റക്കുറച്ചിലില്ല. ഇതെല്ലാം ഓങ്ങി വെച്ചോണേ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇതെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഈ വാരി കെട്ടി പറയുന്നത്. നിങ്ങൾ ഇന്ത്യക്കകത്ത് പുള്ളി അങ്ങനെ 9 മണി ആകാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു. നോ, വിശുദ്ധിയുടെ പ്രമാണത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. കദ്ദോഷ് എന്ന വാക്ക് നമ്മൾ പഠിക്കും. ഇറങ്ങിപ്പോകരുത് ആരും ഹോളിന്ന്. സ്തോത്രം. അവിടെ ആ വിശുദ്ധിയുടെ ശരിയായ പോയിന്റ് ഇരിക്കുന്നത്. പിന്നെ മഹാപാപരിഹാര ദിവസം എന്നും പറഞ്ഞ ഒരു ദിവസമുണ്ട്. ഈ കാണുന്ന മുഴുവൻ ജനത്തിന്റെയും പാപം പരിഹരിക്കുന്ന ഒരു ദിവസം. അന്ന് മാത്രം 7-ാം മാസം 10-ാം തീയതിയാണ് മഹാപുരോഹിതൻ ആദ്യ സ്ഥലത്ത് പ്രവേശിക്കുന്നത്. അന്ന് ഒരൊറ്റ ദിവസമേ കയറുന്നുള്ളൂ, 7-ാം മാസം 10-ാം തീയതി. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. തലേ ദിവസം രാത്രി ഈ മഹാപുരോഹിതൻ ഉറങ്ങാൻ മറ്റു പുരോഹിതന്മാർ സമ്മതിക്കുകയല്ല. എന്നെ ശ്രദ്ധിച്ചേ, ലിസൺ മീ, കേക്ക്. തലേ ദിവസം രാത്രി മഹാപുരോഹിതൻ ഉറങ്ങുന്നില്ല. ഉറങ്ങാൻ മറ്റു പുരോഹിതന്മാർ സമ്മതിക്കുകയുമില്ല. അവരെ ന്യായപ്രമാണ പുസ്തകം ഇങ്ങനെ ഉറക്കെ വായിച്ചുകൊണ്ട് മഹാപുരോഹിതൻ ഒരു നിമിഷം പോലൊന്നും മയങ്ങിപ്പോകാതിരിക്കാൻ അവർ ശ്രദ്ധിക്കും. വായ് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ പുരോഹിതൻ രാത്രി ശകലം മയങ്ങിപ്പോയെന്നിരിക്കട്ടെ, മയക്കത്തിൽ ഒരു സ്വപ്നത്തിലെങ്കിലും പാപത്തിന്റെ ഒരു ലാഞ്ചന ഉണ്ടായാൽ പുരോഹിതൻ അവിടെ മരിച്ചു വീഴും. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? സ്വപ്നത്തിൽ, രാത്രി ദർശനത്തിലോ സ്വപ്നത്തിലോ പാപത്തിന്റെ ഒരു ലാഞ്ചന സ്വപ്നത്തിൽ ഉണ്ടായാൽ പുരോഹിതൻ അവിടെ മരിച്ചു വീഴുന്നു. ചെയ്തിട്ടല്ല, സ്വപ്നത്തിലെങ്കിലും പാപത്തിന്റെ ലാഞ്ചന ഉണ്ടായാൽ മരിച്ചു വീഴും. അത്ര തീക്കളിയായത് മനസ്സിലാകുന്നോ? അതുകൊണ്ട് ഉറങ്ങാൻ സമ്മതിക്കുകയല്ല. എന്നിട്ടും രാവിലെ എഴുന്നേറ്റ് തന്റെയും തന്റെ കുടുംബത്തിന് വേണ്ടി പാപത്തിന്റെ പരിഹാരത്തിന് യാഗം നടത്തിയിട്ടാണ് അടുത്ത ശുശ്രൂഷയ്ക്ക് കയറുന്നത്. ഇവിടെ സ്വപ്നത്തിനകത്ത് കിടന്ന് കുഴഞ്ഞു മറിഞ്ഞിട്ട് വിഷയമില്ല. അന്നേരമാ പറ. അതിനാണ് തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ 23-ാമത് വാക്യം തുറക്കാതെ കാണാതെ പറഞ്ഞ് ഇവിടെ ഒരു 16 തവണ കേട്ടിട്ടുണ്ടല്ലോ. പറ. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങൾ മുഴുവൻ ശുദ്ധീകരിക്കുമാറാട്ടെ. ബാക്കി പറ. നമുക്ക് വിശ്വാസത്തെ കൊണ്ട് പറയിപ്പിക്കാം പോരെ? നിങ്ങൾ പറയുന്നറിയാം, നിങ്ങളൊന്ന് പറഞ്ഞേ. ദേവദാസിക്ക് കാണാതെ അറിയാവുന്നല്ലേ? പറ.
സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ എങ്ങനെ 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 അതിനകത്തൊരു പദം എനിക്ക് വേണം, അതിനാ ചോദിക്കാം. അശേഷം കണ്ടോ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹിയും, മറക്കരുത്, ദേഹിയും. സ്വപ്നം കടന്ന് കളിക്കുന്ന അവിടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹിയും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. എന്നാ പോകുന്നു. സ്തോത്രം. മനസ്സിലായോ? ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ശരീരം കൊണ്ട് ചെയ്യുന്ന പാപത്തെക്കാൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന പാപത്തിനാണ് അടി കൂടുതൽ. തൂക്കിയിട്ട് അടിച്ചിരിക്കുന്നു. പ്രപഞ്ചം ഉണ്ടായ നാള് മുതൽ ദൈവത്തെ പാടി പുകഴ്ത്തിക്കൊണ്ട് നിൽക്കുകയല്ലേ. ഒരു ദിവസം ലീഡർക്ക് തോന്നി, അവൻ മനസ്സിൽ പറയാ, ഞാൻ ഒരു ദിവസം അത്യുന്നതിന്റെ മീതെ കയറും, എന്റെ സിംഹാസനം ഞാൻ അവിടെ വെക്കും, അവിടെ ഇരുന്ന് ഞാൻ വാണരുളും. അടുത്ത വാക്ക്, എന്നല്ലോ നീ ഹൃദയത്തിൽ നിരൂപിച്ചത്. അവൻ ചെയ്തോ? ഇല്ല. ഒരു ദിവസം എന്റെ മേളിൽ കയറിയാ കൊള്ളാം, കയറുകയാണ്, ഞാൻ കസേര അവിടെ വെക്കും, അങ്ങനെ എങ്ങാനും ഇരിക്കാൻ ഒത്താ ഞാൻ അവിടെ ഇരുന്നൊന്ന്, ഇത്രയേ ഉള്ളൂ. ഉടനെ തെളിവ് നോക്കാനും ഒന്നിനും പോയില്ല. ഹൃദയത്തിലെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന സർവശക്തൻ അന്നേരം വെട്ടി. ഞാൻ ഓർക്കാം, നമ്മളെങ്ങാനും വെട്ടാനാണെങ്കിൽ പിന്നെ കാണുമല്ലോ, മിക്സിയുടെ ജാറിനകത്തിട്ട് അടിച്ച പോലെ ഇരിക്കും നമ്മൾ, അതിനുള്ളതേ ഉള്ളൂ. പിന്നെ അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ, കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും, അതിന്റെ മേളത്തെ വാക്യത്തിൽ പറയാ, ഏതു വിചാരത്തെയും യേശു ക്രിസ്തുവിൽ അനുസരണ ഹേതുവായി പിടിച്ചടക്കണം. മനസ്സിൽ ഇങ്ങനെയുള്ള ഇച്ഛകളും വികാരങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവാത്മാവിനെ അമർച്ച ചെയ്യണം. നോ നോ നോ, ഞാൻ അതിനുള്ളതല്ല. എന്റെ ചിന്താമണ്ഡലത്തിൽ കടിഞ്ഞാലത്തെ കുതിരയെപ്പോലെ പലതും മിന്നി മറയുമ്പോൾ അതിന്റെ കൂടെ നിങ്ങളൂടെ ചിന്തിച്ചു കൂട്ടി മ്ലേച്ഛതയുടെ പുൽമേടിലൂടെ ഓടാതെ ചിന്താമണ്ഡലത്തെ ദൈവകൃപയിൽ ആശ്രയിച്ച് പിടിച്ചെടുക്കാൻ കഴിയണം. അവനാ ജയകരമായ ക്രിസ്തുവിനെ നയിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മറന്നുപോയോ? ഈ 2-3 പേർ എന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ നടുവിൽ ഞാനുണ്ടെന്ന് പറയുന്നത് നമ്മൾ ഈ ഹോളിനകത്ത് വരുമ്പോൾ മാത്രമാണെന്ന് അല്ല. യോഗം കഴിഞ്ഞ് വെളിയിലിട്ടിറങ്ങി 2 പേരോട് സംസാരിക്കുമ്പോൾ അതിന്റെ നടുവിൽ കർത്താവ് ഉണ്ടെന്നറിയണം. 2 പേർ തമ്മിലുള്ള സംഭാഷണ നടുവിൽ കർത്താവ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്കും കർത്താവിനും കേൾക്കാൻ പറ്റുന്നതാണെങ്കിലേ പറയാവൂ. ആ വ്യക്തിയെ നോക്കുമ്പോൾ ആണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ, ആരായിരുന്നാലും നോട്ടത്തിൽ കണ്ണിന്റെ ഒക്കെ കൺട്രോൾ, നടുവിൽ ആര് നിൽക്കുന്നൊന്ന് അറിഞ്ഞു വേണം. അല്ലാതെ സ്കാനിങ് മെഷീൻ പോലെ മൊത്തം ഒപ്പിയെടുക്കുന്ന ആ രീതി ഒരു ദൈവപ്രതിൽ ജീവിതത്തിൽ ഉണ്ടാകരുത്. പുറംപൂച്ചുകൊണ്ടൊന്നും കാര്യം നടക്കുകയല്ല. നന്നായി കട്ടൻ സഹിച്ച് പ്രാണവേദന എടുത്ത് ചോര ഊറ്റിക്കൊടുത്താ വാങ്ങിച്ച് എന്നുവെച്ച് ഇതിനകത്ത് കിടന്ന് നീ മേയാൻ നോക്കിയാൽ തമ്പുരാൻ വിടത്തില്ല, ഉറപ്പാണ് കളി. സ്തോത്രം. ഇവിടെ നമ്മളെല്ലാം റെഡി ആയിട്ടിരിക്കുക, പുള്ളി ഒന്ന് ഊതിയാ മതി എന്നും പറഞ്ഞു. അങ്ങനൊന്നും അല്ലെന്നേ. അങ്ങനെയൊക്കെ ജീവിതം സൂക്ഷിച്ചാൽ, ഞാൻ പലപ്പോഴും ഇയ്യോബ് പറയാണ്, എനിക്കൊരു കേൾവി മാത്രമേ ഉള്ളൂ. എടാ, ഇയ്യോബും ദൈവം തമ്മിൽ സംസാരിച്ചല്ലോ, ആര് തമ്മിൽ സംസാരിച്ചു? അത് വല്ല മയമുള്ള സംസാരമാണോ? അങ്ങോട്ട് ചെല്ലും വക്കീലും കോടതി വാദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം. എന്നിട്ട് ഇയ്യോബ് പറയാണ്, എനിക്കൊരു കേൾവി മാത്രമേ ഉള്ളൂ, അത് കൂടുതൽ എനിക്കറിയാൻ മേല. നമ്മൾ പറഞ്ഞ എൻ്റെ 13ാമത്തെ വയസ്സ് ഞാൻ കർത്താവിനെ അറിഞ്ഞതാ. വെച്ചോണ്ടിരി. ആണ്ട് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പുള്ളി പറഞ്ഞു, ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. പൗലൂസ് 14 ലേഖനം എഴുതിയ പൗലൂസ്
മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്, കൃപാവരം മുഴുവനുള്ള കക്ഷി. ആ പൗലോസ് ഫിലിപ്പിക്ക് ലേഖനത്തിൽ പറയാണ്, എനിക്ക് അവനെ ഒന്ന് അറിയണമെന്ന്. എൻ്റെ പൊന്നെ, പൗലോസിനെ അറിയണമെങ്കിൽ നമ്മുടെ കാര്യമോ? നമ്മളിതെല്ലാം തികഞ്ഞെന്നും പറഞ്ഞായിരിക്കുന്നു. പൗലോസ് പറയാ, എനിക്ക് അവനെ അറിയേണ്ടതിനും. അപ്പൊ അറിയാതാണ് ഈ 14 ലേഖനം എഴുതിയത്. നമ്മളൊരു ട്രാക്ട് പോലും എഴുതിയിട്ടില്ല, എന്നാലും നമ്മുടെ ഇരിപ്പും പോക്കും കണ്ടാൽ 14 ലേഖനം എഴുതിയ പൗലോസ് പറയാണ്, എനിക്ക് അവനെ ഒന്ന് അറിയണമെന്ന്. അല്ലേ? നമ്മൾ ചെറുക്കെ കൈ കൊടുത്ത സ്തോത്രം, ഇങ്ങനെ മുട്ടിക്കുകയുള്ളൂ. സ്തോത്രത്തിനകത്ത് അറിയാൻ ആത്മാർത്ഥതയോടെയാണോ അല്ലോ എന്നുള്ളത്. പോലൊക്കെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ഇത് അല്ലെ ഒന്ന് ഇങ്ങനെ മുട്ടിച്ചു, മറ്റു പള്ളിക്ക് കയ്യൂസൂരി കൊടുക്കും പോലെ കണ്ടിട്ടില്ലേ? അറിയത്തില്ലേ? CSAയിലും CMSലും മർത്തോമായിലൊക്കെ കയ്യൂസൂരി തമ്മിൽ പരിപാടിയുണ്ട്. അച്ഛൻ്റെ അടുക്കൽ രണ്ടുപേർ ചെന്നേച്ച് അച്ഛൻ ഇങ്ങനെ കൈ നിർത്തും, ഇതിങ്ങനെ മുട്ടിക്കും. എന്നുവെച്ചാൽ ഇവരിങ്ങനെ പോയി ഓരോരുത്തരുടെ കൈ കഴിഞ്ഞ് മുട്ടിക്കും. പുള്ളി ഇവിടുന്ന് മേടിച്ച് അപ്പുറത്തോട് പോകും. ഏതാണ്ട് അതിനകത്തുണ്ടെന്നാ ഞാൻ ആദ്യം വിചാരിച്ച ചോക്ലേറ്റ് വല്ലായിരിക്കും ആദ്യം കണ്ടപ്പോൾ. അതല്ല, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? കൂടാരമായിട്ട് പോണോ? ഇപ്പൊ തന്നെ ഏറെക്കുറെയൊക്കെ ആയെന്ന് തോന്നുന്നു. സ്തോത്രം. ഞാൻ മുന്നോട്ട് നീങ്ങുക. ഇങ്ങനെയൊക്കെ ആ ദൈവം മോശ ഉപയോഗിച്ച്, അതാ ഈ പറഞ്ഞു വരുന്നേ. പ്രൈസ് ദി ലോർഡ്. ഖോരേബിൽ വെച്ച് ദൈവം മോശയോട് സംസാരിക്കുക. ഖോരേബ് എന്ന വാക്കിന്റെ അർത്ഥം കഷ്ടതയുടെ നെല്ലിപ്പലക. അവിടെ നിൽക്കുമ്പോൾ നോക്കണേ, ചില്ലറ കട്ടമാണോ സഹിച്ചതല്ലേ? ദൈവം മോശയുടെ അടുത്ത് ഇറങ്ങി വന്ന് പറയുക, മോശയെ നിൽക്ക സ്ഥലം വിശുദ്ധ ഭൂമിയാണ്, ചെരിപ്പഴിച്ചോളാൻ പറഞ്ഞു. അന്നേരം 10 വർഷമായിട്ട് നിൽക്കുന്ന ചെരിപ്പ് ഇപ്പൊ അഴിച്ചു കളയണമെന്ന് എന്തേലും പറയാണ്ടെങ്കിൽ പറഞ്ഞാൽ പറയും, ഞാനിവിടെ നിന്നോളാം, നീ പറഞ്ഞു. മതിലിനപ്പുറത്തൊന്നുകൂടി ഇങ്ങോട്ട് പറയുമ്പോഴാണ്. നോ, മോശ അതനുസരിച്ചു. നോക്കണം അനുസരണം എത്ര ശ്രേഷ്ഠമാണെന്ന്. അന്നേരം ചെരുപ്പ് ഒരു തുറക്കണം. സ്തോത്രം. ദൈവം മോശയോട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ ജനത്തെ വിടിയിപ്പാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. സ്തോത്രം. അവിടെ നീ ചെന്ന് ജനത്തെ വിടിവിച്ചുകൊണ്ട് പോകണം, നീ വേണം അവരെ വാഗ്നാട്ടിൽ കൊണ്ടുപോകാൻ. കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ പോണോ? അതെങ്ങനെ പോന്? നീ പോയേ പറ്റൂ, നിന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ചെന്ന് പറഞ്ഞ അവിടെ കാര്യം വല്ലതും നടക്കുമോ? സ്തോത്രം. നീ ഇത്രയും പറഞ്ഞാൽ മതി, എന്റെ ജനത്തെ ആരാധനയ്ക്കായി വിട്ടയക്കാൻ പറഞ്ഞാൽ മതി എന്ന്. അല്ല, ആര് പറഞ്ഞിട്ടാ വന്നെന്ന് പറഞ്ഞ എന്തോ പറയണം? അല്ലെ, ആരാധിക്കാൻ വിടണമെന്നൊക്കെ പറഞ്ഞു. ഇവിടെ ആവശ്യത്തിന് ആരാധനയും കാര്യവും ഉണ്ടല്ലോ. പിന്നെ അതെല്ലാം വിട്ടുവെച്ച് വേറെ എവിടെ പോയി ആരാധിക്കാൻ? നിങ്ങൾ ആരുടെ കാര്യം ഈ പറയുന്നത്? ഏത് ദൈവത്തിന്റെ കാര്യമാണ് എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? ഞാൻ അതിനാണ് രാവിലത്തെ സെക്ഷനിൽ പറഞ്ഞ ഏകദേശം 3000-ഓളം ദൈവങ്ങൾ ഉള്ളിടത്താണ് പുതിയൊരു ഐറ്റമായിട്ട് ഇപ്പൊ മോശ ചെല്ലുന്നേ. സംഗതി പിടി കിട്ടിയോ? 3000-ഓളം ദൈവങ്ങളുള്ള സ്ഥലത്തേക്ക് പുതിയ ഒരെണ്ണം കൂടെ ഇറക്കുമതി ചെയ്താൽ ഇത് ഏക്കുവോ എന്നുള്ളത് ആ മോശയുടെ ചിന്ത. സ്തോത്രം. മോശയോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നീ പൊയ്ക്കോ. ആരാ എന്താന്ന് ചോദിച്ചാൽ നീ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. മലയാളത്തിൽ കൊടുത്തിരിക്കുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ദൈവം മോശയോട് പറഞ്ഞത് എ ഹായ് അഷർ എ ഹായ്, ഇത്രയും പറഞ്ഞാൽ മതി. ഇത്രയും അന്നാ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞെന്ന് മോശ പറഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങൾ തോന്നുന്നു ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ മോശ രണ്ടാമതൊന്നുകൂടെ പറയാൻ പറഞ്ഞോ? ഇല്ല. കേട്ടത് എന്താന്ന് മോശയ്ക്ക് പിടികിട്ടി. അത് തന്നെ കാര്യം. മോശയോട് ഇത്രേ പറഞ്ഞോളൂ, എ ഹായ് അഷർ എ ഹായ്, ഇത്രയും പറഞ്ഞാൽ മതി. എന്താണ് അതിന്റെ അർത്ഥം? മലയാളത്തിൽ കൊടുത്തിരിക്കുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു. അതായത് ഒരു 4 പോലും വന്നിട്ടില്ല. എന്താ പറഞ്ഞെന്നറിയാമോ? ഹീ ഹു കോസസ് ടു ബി ഹീ ഹു ക്രിയേറ്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ. ഞാൻ ഈ പറഞ്ഞ എബ്രായ ഭാഷയുടെ ശരിയായ അർത്ഥം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഇങ്ങനെയാ വരുന്നത്, ഹൂ ഹി കോസസ് ടു ബി ഹി ഹു ക്രിയേറ്റ്സ്. സകല സൃഷ്ടിക്കും കാരണഭൂതനായി ഇന്നും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവൻ എന്നെ ഇങ്ങോട്ട് വിട്ടെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഇതാ പറഞ്ഞേ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 1:1 പറയുന്നില്ല, ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞില്ലേ? ബർഷീത് ബാറാ എലോഹിം എന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത്? ആ ബാറാ എന്നൊരൊറ്റ വാക്ക്, സൃഷ്ടിക്കുക, സൃഷ്ടികൾ എന്നുള്ളത് കൊടുത്തിരിക്കുന്ന ബാറ എന്ന പദം ഒരിക്കൽ പറഞ്ഞിട്ട് ആ പ്രവൃത്തി ഇന്ന് നിന്നിട്ടില്ല.
ദാറ്റ്സ് എ ലോങ് പ്രോസസ്. സൃഷ്ടി ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. മോശയോട് ദൈവം പറയുക, എടാ സൃഷ്ടിച്ച് ഞാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇന്നും ആ സൃഷ്ടി പൂർണ്ണമായിട്ടുള്ള തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നും സൃഷ്ടിക്കുന്നവൻ, ഇന്നും പ്രവർത്തിക്കുന്നവൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, ശൂന്യതയുടെ മേൽ ദൈവത്തിന്റെ കരം ഇപ്പോഴും ഇരിക്കുക. എവിടെ എന്ത് സൃഷ്ടിക്കണമോ അത് സൃഷ്ടിക്കാൻ റെഡിയായി. അതുകൊണ്ടാണ് പറഞ്ഞത്, സകലവും നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന. അവിടെ ഈ എബ്രായ ഭാഷ കൊടുത്തിരിക്കുന്നത് ശൂന്യതയിൽ അവിടെ എന്താണോ യോഗ്യമായിട്ട് വരുന്നത്, അവിടെ യോജിക്കുന്നത് എന്താണോ അത് സൃഷ്ടിക്കാൻ ദൈവത്തിന്റെ കരം ഇങ്ങനെ റെഡിയായിട്ടിരിക്കുക. അതാണ് ആ വാക്കിന്റെ അർത്ഥം. മനസ്സിലായോ വല്ലതും? കഷ്ടതയുടെ നെല്ലിപ്പലക കണ്ട മോശയോട് ദൈവം പറയാണ്, ശൂന്യതയായിരിക്കുന്ന ഇടത്ത് എന്താണോ ഞാൻ ചെയ്യേണ്ടത്, എന്താണോ നിനക്ക് വേണ്ടി ഞാൻ സൃഷ്ടിക്കേണ്ടത്, അത് സൃഷ്ടിക്കാൻ റെഡിയായി. എന്റെ കൈ നിന്റെ മേലുണ്ട്. അതുകൊണ്ടാണ് വടി നീട്ടിയപ്പോഴും ആ കൈ മോശയുടെ കൈയുടെ മീതെ. ക്ലിയർ ആയോ? മോശ വടി നീട്ടിയപ്പോഴേ അതിന്റെ മീതെ യഹോവയുടെ കരം. ഈ കരം ശൂന്യമാ, നീ പേടിക്കണ്ട. സൃഷ്ടിക്കാൻ കഴിയുന്ന എന്റെ കരം നിന്റെ കൂടെ ഇരിക്കും. കഷ്ടയുടെ നെല്ലിപ്പലക കണ്ട ദൈവപൈതനോട് ഇന്ന് രാത്രിയിൽ ക്ലാസ് ആണെങ്കിൽ ഞാനൊരു ദൂത് പറയട്ടെ. നിന്റെ ജീവിതത്തിന്റെ ശൂന്യത എന്താണോ, നിന്റെ ജീവിതത്തിന്റെ ഇല്ലായ്മ എന്താണോ, നിന്റെ ജീവിതത്തിന്റെ അപാകത എന്താണോ, ആ ശൂന്യത മേൽ നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്നവൻ ഇന്ന് രാത്രിയിൽ പറയുന്നു, ആ കരം ആ ശൂന്യതയിലുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ഏത് മേഖലയിലാണോ ആ ശൂന്യതയുള്ളത്, എവിടെയാണ് ആ ലാക്നെസ് ഫീൽ ചെയ്യുന്നത്, എവിടെയാണ് ആ ഇല്ലായ്മ ഫീൽ ചെയ്യുന്നത്, അവിടെ യുക്തമായതിനെ, യോജിക്കുന്നതിനെ സൃഷ്ടിച്ചവിടെ നിറയ്ക്കാൻ എന്റെ കരം നിന്റെ കൂടെ ഉണ്ട്, പൊക്കോളാനാ പറഞ്ഞ്. അതാണ് മോശയോട് പറഞ്ഞത്. എടാ, സകലത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഞാൻ, നീ ചെല്ലുമ്പോൾ നിനക്ക് വേണ്ടി അവിടെ ഞാൻ എന്തോ ചെയ്യണം, അത് ഞാൻ ചെയ്തോളാം. നീ ചുമ്മാ ഓങ്ങിയാ മതി, ഞാൻ ഏറ്റെന്നാ പറഞ്ഞു. സ്തോത്രം. ദൈവം അങ്ങനെയൊക്കെ ചെയ്യുമോ? ചെയ്യുമെന്നേ. ഒരു കൊച്ചൻ പണ്ടൊരു കല്ലെടുത്തൊരു ഏറ് കൊടുത്തില്ലേ? തിരുനെറ്റിക്ക് കൊണ്ടു, അവനാണ്ട കവിണ് വീണു. എടാ, കല്ല് കൊണ്ട പുറകോട്ട് വീഴണ്ടേ? അവനാണ്ട കവിണ് വീണു. എന്നാ കാര്യം? ഇവൻ ചുമ്മാ എറിഞ്ഞെന്നേ ഉള്ളൂ. കുറെ വേറെ ആൾ നിൽപ്പുണ്ടായിരുന്നു അടി കൊടുക്കാൻ. മനസ്സിലായില്ല. പ്രൈസ് ദി ലോർഡ്. ദാവീദ് നമ്മുടെ എല്ലാം ചിന്ത മർമ്മസ്ഥാനം നോക്കി ഒറ്റ ഏറ് കൊടുത്ത്, എന്നെ ഏറായിരിക്കും അല്ലേ? പണ്ട് സൺഡേ സ്കൂൾ പഠിപ്പിച്ചപ്പോ 5 അപ്പം കൊണ്ട് 5000 പേര് പോളിച്ച് ഒരു കൊച്ചൻ പറയും, അത് എന്നെ അപ്പമായിരിക്കും. അവൻ അതിന്റെ വലിപ്പം ഓർത്ത് 5000 പേർ, ഒരാൾക്ക് 1000, ഒരപ്പം 1000 പേർക്ക് കൊടുക്കുന്നു. അത് എങ്ങനെ ഉണ്ടാക്കി, എന്തോ ദോശക്കല്ലൊക്കെയാണെന്ന് ഇവന് ചിന്തിച്ചേ. അവൻ പറയാം, അത് എന്നെ അപ്പമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവൻ ഈ എടുത്ത കല്ല് എന്ന കല്ല. അവനെ ഇതിനകത്തോട് വെച്ച് ഒറ്റ ഈറ് കൊടുത്തപ്പം ഇച്ചിരി ഇല്ലാത്ത ദാവീദ് എറിഞ്ഞാൽ വല്ല അവൻ വീഴുവോ? ഒരു സൈന്യം മുഴുവൻ തലകുത്തി മഞ്ഞൾ വീഴാത്തവൻ ഒരു കൊച്ചന്റെ ഒരു കല്ല് വീണെന്നാണോ നിങ്ങൾ ഈ ചിന്തിക്കുന്നത്? നോ. അവൻ എറിഞ്ഞപ്പം അടി കൊടുക്കണം പുറകെ നിപ്പുണ്ട്, അവൻ കണ്ടില്ല. ഇവന്റെ ഏറുമേൾ നെറ്റിക്ക് കൊണ്ട് പുറകെന്ന് ദൂതൊരു അടിയും കൊടുത്ത് ആണ്ട കവണ് കിടക്കുന്നു. മനസ്സിലായോ? അതുകൊണ്ടാ ദാവീദ് പിന്നെ അതിന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാഞ്ഞ്. ഞാൻ 5 കല്ലെടുത്തു, ഒന്നേ എടുക്കണ്ടായിട്ട് വന്നു, ബാക്കി 4 കല്ലുണ്ട്, ഡേറ്റും എനിക്കുണ്ട്, വിളിച്ചാൽ ഞാൻ വരുന്നതായിരിക്കും കവണയായിട്ട് എന്നൊന്നും ഫേസ്ബുക്കിനകത്ത് ദാവീദ് കൊടുത്തില്ല. ഇപ്പൊ എല്ലാം കവണയായിട്ട് എനിക്കല്ലേ എറിയാൻ. സ്തോത്രം. പണ്ടൊരു സഭയിൽ അച്ഛൻ എന്നിട്ട് പറഞ്ഞു, ഇന്നെങ്കിലും എറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ എറിയൂന്ന് പറഞ്ഞു. ചാർജ് എടുത്ത് അന്ന് മുതൽ ദാവീദും ഗോലിയാത്തും സഭയിൽ. ദാവീദ് എറിയയില്ല, ഗോലിയാത്ത് വീഴുകയില്ല. എല്ലാം ഞായറാഴ്ച ദാവീദും ഗോലിയാത്തും. ഒരു അച്ഛൻ എഴുന്നേറ്റ് പറഞ്ഞു, ഇന്നെങ്കിലും ഗോലിയാത്ത് വീണില്ലെങ്കിൽ ദാവീദിനെ ഞങ്ങൾ എറിഞ്ഞു വീഴിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ കരം എവിടാണോ വരേണ്ടത് അവിടെ വന്നോളും. ദാവീദ് ഒന്ന് ഓങ്ങി ദൂതൊരു അടിയും കൊടുത്ത് ആണ്ട് കിടക്കുന്ന കാമൻ ഏറുകൊണ്ട് വീഴാണ്, പുറകോട്ടല്ലേ വീഴേണ്ടത്? വീണില്ലല്ലോ. സ്തോത്രം. പുറയുന്ന ആ അടി വന്നത് നമ്മളൊന്നും അറിയും. നമ്മളെല്ലാം ചെയ്യുന്ന നമ്മുടെ ഈ ഓങ്ങിന്റെ ഗുണം കൊണ്ടാ പലതും വീണം. ഒന്നും അല്ല.
നമ്മൾ ഓങ്ങിയത് ഗുണം കൊണ്ടൊന്നുമല്ല. ഈ ശൂന്യതയുടെ മേൽ നമ്മൾ ഈ കഷ്ടയുടെ നെല്ലിപ്പല കണ്ട് നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി ആരും അറിയാതെ ഈ കരം ഇറങ്ങി വന്ന് അവിടെ എന്താണോ ചെയ്യേണ്ടത്, അവിടെ എന്താണോ സൃഷ്ടിക്കേണ്ടത്, അവിടെ എന്താണോ പ്രവർത്തിക്കേണ്ടത്, അവനത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ലാസ്റ്റ് ഒരു പാട്ടൊക്കെ പാടി സന്തോഷമുള്ള നിർത്താൻ ക്ലാസ് ആണെങ്കിലും ഞാൻ വേഗം മുന്നോട്ട് നീങ്ങാമേ. മോശയോട് ദൈവം ഇത് പറഞ്ഞു, നീ പൊക്കോളാൻ പറഞ്ഞു. മോശ അങ്ങോട്ട് ചെന്നു. ഇനിയുള്ള ഭാഗങ്ങൾ ശ്രദ്ധ എൻ്റെ കൂടെ വേണേ, വേഗം ഒരു 10 മിനിറ്റുള്ളിലേ ഉള്ളൂ. മോശ അങ്ങോട്ട് ചെന്നു. ആദ്യം ചെയ്ത് എന്നറിയാമോ? നൈൽ നദിയെ അടിച്ചു. മോശ അങ്ങോട്ട് തുടങ്ങും, ഒരറ്റം മോലല്ലേ. എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. എവിടെ അടിച്ച്? നൈൽ നദിയെ അടിച്ചു. എന്തോ സംഭവിച്ചു? വെള്ളമെല്ലാം രക്തമായിട്ട് മാറി. നിങ്ങൾക്ക് വല്ലതും പിടി കിട്ടിയോ? ഇല്ല. ഈ നൈലാണ് മോശയെ ഒതുക്കാൻ ശ്രമിച്ചേ. 3 മാസം മാത്രം പ്രായമുള്ളപ്പോൾ 100 കണക്കിന് ഇസ്രായേലിലെ കുഞ്ഞുങ്ങളുടെ മൃതശരീരം ആ നൈൽ നദിയുടെ ചീർത്ത് വീർത്ത് പൊങ്ങി ഒഴുകിപ്പോകുമ്പോൾ ഒരു കുഞ്ഞു പെട്ടകത്തിനകത്ത് ഇവൻ സേഫാ. ഓരോ തിരയും വന്ന് ഓളം വന്ന് ഈ പെട്ടകത്തിൽ അടിച്ചപ്പോൾ ദൂരം നോക്കി മിരിയാൻ വിചാരിച്ചത് ഇപ്പം മുങ്ങുമെന്ന്. പക്ഷേ പ്രതികൂലമായിട്ട് വന്ന ഓളത്തിന് ഈ പെട്ടകത്തെ മുക്കാൻ പറ്റിയില്ല. മുമ്പോട്ട് തള്ളി 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 ഈ പെങ്കൊച്ചിന്റെ കയ്യിൽ കൊണ്ട കൊടുത്തു. മനസ്സിലാകുന്നുണ്ടോ? ജീവിതത്തിൽ വരുന്ന ഓളങ്ങൾ മുക്കാനാണെന്നാ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നത്. അല്ലല്ല, ഈ ഓളങ്ങൾ നമ്മെ മുക്കുകയല്ല, നമ്മളെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി എത്തേണ്ട കരകൾ നമ്മളെ എത്തിക്കാൻ ഈ ഓളങ്ങൾ അതിന് പര്യാപ്തമാകും. ഗ്ലോറി, സ്തോത്രം. ഈ മോശയുടെ വിക്ക് കളയാഞ്ഞതും അതുകൊണ്ടാണല്ലോ. സകല കൃപയും കൊടുത്തിട്ടും വിക്ക് മാറ്റിയില്ല. അതെന്താ? നീ ഓർത്തിരിക്കണം. അതിനാ നിന്റെ വാ പൊത്തിപ്പിടിച്ചാണല്ലോ നിനക്ക് ഈ വിക്കായത്. എന്തിനാ പൊത്തിപ്പിടിച്ചത്? നിന്റെ ശബ്ദം വിളി കേൾക്കാതിരിക്കാൻ. അതുകൊണ്ടാണല്ലോ നീ ജീവനോടെ ഇരിക്കുന്നത്. സ്തോത്രം. നിന്റെ പൂർവ്വകാല അനുഭവങ്ങൾ മറന്നു പോകാതിരിക്കാനാ ചില വിക്കൊക്കെ ദൈവം അവിടെ വെച്ചേക്കുന്നത്. മറക്കരുത്. സ്തോത്രം. മോശ വടിയെടുത്ത് ഒറ്റയടി നൈലിനെ, മോശയുടെ ചോര കുടിക്കാൻ തയ്യാറായിരുന്ന നൈൽ നദിയുടെ നെഞ്ചത്ത് ഒരടി അടിച്ച് നൈലിനെ കൊണ്ട് ചോര തുപ്പിച്ചു മോശ. ഞാൻ അങ്ങനെയൊക്കെയാ ചിന്തിക്കുന്ന. പൊട്ടത്തരമായിരിക്കും, എന്നാലും വേണ്ടില്ല. മനസ്സിലായോ? നിനക്കൊന്നും പിടികിട്ടുക ഞാൻ തുള്ളിക്കൊണ്ട് പറയാത്തതുകൊണ്ടാണോ? അല്ലല്ല. എന്നാ ദൂതേറ്റെടുത്ത് പറ, നിന്നെ ആകമാനം എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച നൈലാണ് നിന്റെ കൈയുടെ മുമ്പിൽ ഒരു ബലവുമില്ലാതെ ഇങ്ങനെ വിറച്ചു നിൽക്കുന്നത്. മനസ്സിലാകുന്നോ? ഈ നൈലിനകത്ത് നീ ഒതുങ്ങുകയല്ല. ഈ നൈലിനകത്തുനിന്ന് വേണം നിന്റെ ശുശ്രൂഷ തുടങ്ങാൻ. ഈ നൈലിനകത്തുനിന്ന് വേണം നീ ആരാണെന്ന് പുറത്തറിയാൻ. ഈ നൈലിനകത്തുനിന്ന് വേണം നിന്റെ ഐഡന്റിറ്റി പുറത്തു വരാൻ. ഗ്ലോറി, സ്തോത്രം. പോകുന്നതിന് മുമ്പ് രണ്ടുപേരും പ്രൂവ് ചെയ്തിട്ടൊക്കെയാണല്ലോ പോകുന്നത്. മോശ വടി താഴെ ഇട്ട് പാമ്പായത്ത് അഹരോനും വടി താഴെ ഇടുന്നുണ്ട്. അതൊക്കെ നമുക്കറിയാം. അവസാനം ഒറിജിനൽ വടി ഡ്യൂപ്ലിക്കേറ്റ് വടിയെല്ലാം വിഴുങ്ങി. നിങ്ങൾ പുറപ്പാട് ദിവസം വായിക്കണം. ഈ വടിയായിട്ട് പൊക്കൂ. അടയാളങ്ങൾ ചെയ്യേണ്ടതിന്, അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിനല്ല, അടയാളങ്ങൾ ചെയ്യേണ്ടതിന് വടി കൊണ്ട് പൊക്കൊള്ളാൻ പറഞ്ഞു. ഇതൊക്കെ അടയാളമല്ല വിഷയം, അത്ഭുതമാണ് വിഷയം. മോശ അത്ഭുതവും ചെയ്തില്ല, അടയാളമാ. ഞാൻ പറഞ്ഞല്ലോ, അടയാളം ചെയ്തെങ്കിൽ അതിന്റെ ഒറിജിനൽ വരുന്നതേ ഉള്ളൂ. പറയാം. ഇതിന്റെ ഒറിജിനൽ ഏതാണെന്നറിയാമോ? ഇവിടെ ഈ മിസ്രൈമിലെ വടികളെല്ലാം മോശയുടെ വടി വിഴുങ്ങി. സംഭവം നമുക്കറിയാമല്ലോ. ഓക്കെ, അതിന്റെ പൊരുൾ കിടക്കുന്ന എവിടെയാണെന്നറിയാമോ? ഇസ്രായേൽ ജനത്തെ കൊണ്ട് വരിക. ചെങ്കലിന്റെ തീരത്ത് വന്നു. മോശയുടെ വടി നീട്ടി ഉണങ്ങിയ നിലം കണ്ടു. ജനമെല്ലാം അക്കരെ കയറി. അക്കരെ കയറിയപ്പോൾ ഫറവോനും കൂട്ടരും പുറകെ വരിക. മോശയോട് ദൈവം പറയാൻ പറഞ്ഞു, വടി തിരിച്ചു നീട്ടിയാക്കാൻ പറഞ്ഞു. തിരിച്ചു നീട്ടി. ഫറവോനും കൂട്ടരും അവിടെ തീർന്നു. വല്ലതും മനസ്സിലായോ? ഇതായിരുന്നു അന്ന് അവിടെ കാണിച്ച്, നിന്റെ വടി മിസ്രൈമിലെ സർവ്വസൈന്യത്തെ വിഴുങ്ങുന്ന ഒരു ദിവസമുണ്ട്. മനസ്സിലായോ?
അതിന്റെ ഒരു സിംറ്റം മാത്രമേ കാണിച്ചുള്ളൂ. നിന്റെ വടി മിസ്രൈമിലെ ഫറവോനെ കൂട്ടരെയും വിഴുങ്ങുന്ന ഒരു ദിവസമുണ്ട്. മോശെ പോയിക്കോ, ഞാൻ നിന്റെ കൂടെ ഇരിക്കും, എന്റെ കരം കൂടെ ഉണ്ട്, പോകോളാൻ പറഞ്ഞു. സ്തോത്രം. അത്രയും പറഞ്ഞുകൊണ്ട് ബാക്കിയുടെ നാളെ പറയണ്ട, ഇപ്പോഴേ പറഞ്ഞേക്കാം. മോശ എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? വെള്ളത്തിന്ന് ആണല്ലോ. ചുമ്മാ ഒന്നല്ല ഈ പേരിട്ടത്, ഇവനെ കൊണ്ടേ പറ്റുള്ളൂ. 6 ലക്ഷം എണ്ണത്തെ വെള്ളത്തിൽ നിന്ന് വലിച്ചേ. ഒരു നല്ല ഗോത്രം പറഞ്ഞ ഒരെണ്ണം പോലും ഇല്ല. മോശയ്ക്ക് ഈ പേര് ചുമ്മാ കിട്ടിയതല്ല. ഇവന്റെ കൈ കൊടുത്താൽ ഈ മിസ്രൈമിൽ കിടക്കുന്ന മുഴുവൻ ജനത്തെയും ഈ വെള്ളത്തിനകത്തുനിന്ന് കരയ്ക്ക് വലിച്ചു കയറ്റാൻ ഇവനെ കൊണ്ട് പറ്റുമെന്ന് പിടികിട്ടി. കണ്ടോ? ചുമ്മാതല്ല ഈ പേര് വന്നത്. ഇവനെ വെള്ളത്തിന് വലിച്ചെടുത്തത് കൊണ്ട് ഇവന് ഉറപ്പായി തന്റെ ജനത്തെ മുഴുവൻ ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ മുഴുവനെയും വലിച്ചെടുക്കുമെന്ന് ദൈവത്തിനറിയാമായിരുന്നു. ഗ്ലോറി. കണ്ടോ? സ്തോത്രം. പ്രൈസ് ഗോഡ്. പ്രൈസ് ജീസസ്. കണ്ടോ? നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പുസ്തകം ധ്യാനിച്ചേ, നാളെ നേരം വെളുത്താലും നിങ്ങൾ പോവുകയല്ലോ. നിങ്ങൾ ഈ മറ്റേ അണ്ണന്റെ കാര്യം വിട്ടേ, ഈ കാര്യം ചിന്തിക്ക്. ഏതണ്ണനാന്ന് ഓർത്തിക്ക. ബുധനാഴ്ച വരുന്ന അണ്ണന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. സ്തോത്രം. ഇങ്ങനെ നിങ്ങൾ വചനം ഊരി ചിന്തിച്ചേ. ഇങ്ങനെ ധ്യാനിക്കുമ്പോ എങ്ങനെ ഈ ഉറക്കം വരുന്നത് എനിക്കറിയത്തില്ല. ഇതൊക്കെ വായിക്കുമ്പോഴത്തേന് കണ്ടിട്ടില്ലേ, ഇതിലൂടെ ഒരു നൂല് വരുന്നേ. പുസ്തകം വായിച്ചോണ്ടിരിക്കും, ഇതേ ഒരു നൂല്. പ്രൈസ് ദി ലോർഡ്. ഇതിങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നിങ്ങൾ. ഞാൻ ഇല്ലാത്തൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഞാനിതൊക്കെ ചിന്തിക്കുമ്പോൾ പൊത്തോട്ട് ചാടുക മേണ്ടോട്ട്. സ്തോത്രം. പിന്നെ അങ്ങനെ നമ്മൾ എക്സ്പ്ലോസീവ് ഉള്ള സാധനത്ത് കിടപ്പുണ്ടെന്ന് അത് മാത്രം പെറുക്കിയെടുക്ക്, ബാക്കിയെല്ലാം വിട്. പകൽ സമയം കർത്താവദാസൻ പറഞ്ഞ പോലെ ഈ പഴയ നിയമത്തിന് കേൾക്കുമ്പോഴേ ആൾക്കാർക്ക് കലിപ്പ. വാക്യം വായിക്കുന്നേ, ഓ ഇത് മെനകേടാ എന്നാ ചിന്തിക്കുന്നേ. എന്നോട് ഞാൻ അവിടുത്തെ ഈ സമാനോരം ക്ലാസ് എടുക്കുമ്പോൾ അത് കുറ്റിയും കൊളുത്തുവാണ്, എന്നാ വരുന്നില്ലെന്ന്. എന്നാ എന്നോടത് പറയാതിരിക്കണ്ടേ? ഞാൻ പറഞ്ഞു കുറ്റിയും പറിച്ച് നടക്കുന്നു വരണ്ടെന്ന് പറഞ്ഞു. ശരിയല്ലേ? കുറ്റിയും പറിച്ച് നടക്കുന്നതിന് ഈ കുറ്റിയുടെ കാര്യം കൂടെ എന്നാ കാര്യം? പോട്ടെ. കുറ്റിയും പറിച്ച് നടക്കുന്നവനും കുറ്റിയെ തട്ടി വീഴുന്നവനും ഒക്കെ എന്തിനാ ഇത് കേൾക്കാൻ വരുന്നേ? താല്പര്യമുള്ളവരുണ്ടല്ലോ, അവരിരുന്നോളുമല്ലോ. സ്തോത്രം. ഈ ചെങ്കടലിൽ നിന്ന് നൈൽ നദിയെ അടിച്ചു, രക്തം, വെള്ളം നോക്കുമ്പോ എവിടെ നോക്കിയാലും രക്തം. മോശ പണി തുടങ്ങിയതേ ഉള്ളൂ. ശരിയാണോ? ദൈവത്തിന് മഹത്വം. ഒരു 5-6 മിനിറ്റ് കൊടുക്കുക അല്ലേ? ഒരു 4-5 മിനിറ്റ്. 9 മണി അല്ല, നമുക്കൊരു പാട്ടൊക്കെ പാടണ്ടേ? അത് കഴിഞ്ഞ് പാടിയാലും ഓക്കെ. നിങ്ങളെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം ഒന്ന് ചാടിക്കറി പറഞ്ഞേക്കാം. മുമ്പ് പറഞ്ഞതിനകത്തതെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പോഴെന്നൊക്കെ പിടി കിട്ടുള്ളൂ. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞു വെച്ചത്? മോശയുടെ മരണവും ഏലിയാവിന്റെ മരണവും നിങ്ങൾ നോക്കണേ. ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ കൊണ്ടുപോയി അല്ലേ? നിങ്ങൾ ആ ഏലിയാവ് എടുത്തുകൊള്ളുന്ന രംഗം വളരെ ശ്രദ്ധയോടെ നോക്കണേ. ഇവര് വരുന്ന വഴി കർമ്മേലും താഴോട്ട് വരികയല്ലേ? എരിഹോ ലാസ്റ്റ് എരിഹോ കഴിഞ്ഞ ഉടനെ യോർദാനിലേക്ക് കയറുക. അതിനുമ്പ് ബഥേലിൽ വന്നു, ഗിൽഗാലിൽ വന്നു, ബഥേലിൽ വന്നു, എരിഹോ കഴിഞ്ഞ പിന്നെ യോർദാൻ. മേളിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണേ. ആരൊക്കെ? ഇങ്ങോട്ട് വരിക. കർമ്മേലിലാണ് ഇവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാം നടന്നത്. അവിടെ നേരെ താഴോട്ടിറങ്ങി ഗിൽഗാലിൽ വന്നു, ബഥേലിൽ വന്നു, എരിഹോ കടന്നാൽ യോർദാൻ. സ്തോത്രം. അങ്ങനെ വരുന്നല്ലേ? ഏലിയാവ് ഇവിടെ വന്ന യോർദാൻ കടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോഴാണല്ലോ ഈ തേരും തേരാളിയും ഒക്കെ ആയിട്ട്, അഗ്നി അശ്വങ്ങളും ഒക്കെ ആയിട്ട് സ്വർഗത്തിലെ സൈന്യങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. മറക്കരുത്. ആ രംഗം പിടികിട്ടിയോ? ഒരു കാര്യം ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ ഞാൻ ചോദിക്കട്ടെ, ഏലിയാവിനെ എടുത്തത് എങ്ങനെയാ? ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തു. അപ്പൊ പിന്നെ ഈ അഗ്നിമയ രഥങ്ങളൊക്കെ എന്തിനു വന്ന? ഏലിയാവിനെ കൊണ്ടുപോയി ചുഴലിക്കാറ്റിലല്ലേ?
പിന്നെ കൂടെ ഇതെല്ലാം കൂടെ ബഹളം വെച്ച് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? മോശയെ ഉയർപ്പിക്കാനാണ്. അത് തന്നെ പറയാം. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന വലിയ ധനമെന്നെണ്ണി സ്വർണ്ണ പെട്ടിക്കകത്ത് അടക്കം കിട്ടേണ്ട ഒരുത്തനായിരുന്നു ആര്? മോശ. യോർദാന്റെ ഇക്കരെ വന്നപ്പോൾ അക്കരയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇക്കരെ വെച്ച് ആര് മരിച്ചു? മോശയെ മരിച്ചു. മരിച്ചപ്പോ ലിസ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞ് വന്നപ്പോൾ ഫറവോന്റെ പുത്രിയുടെ മകനാ. ഫറവോപുത്രിയുടെ മോനല്ലേ ഇത്? അതെ. വേറെ അറിഞ്ഞാ പിന്നെ വേറെ രൂപത്തിലാ സംഗതി പോകുന്നേ അല്ലേ? അവിടെ തമ്പുരാൻ ഈ വയ്യാവലിക്കൊന്നും വിട്ടുകൊടുക്കാതെ മറച്ചു. എന്നുവെച്ച് കൊണ്ടുപോകാൻ വന്ന രംഗം കണ്ടോ? അഗ്നിമയ രഥങ്ങൾ താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ വന്നവരെ തമ്മിൽ വേർതിരിച്ചു. കണ്ടോ പദം കണ്ടോ? രണ്ടുപേരും തമ്മിൽ വേർതിരിച്ചു. ചുള്ളിക്കാരനകത്ത് ആരെ കൊണ്ടുപോയി? ഏലിയാവിനെ കൊണ്ടുപോയി. ഇവിടെ വേറെ ആരുണ്ട്? മോശയുണ്ട്. മോശയെ കൊണ്ടുവന്ന വരവ് കണ്ടോ? ഏലിയാവ് ചുള്ളിക്കാറ്റിലാണെങ്കിൽ അഗ്നിമയമായ രഥങ്ങളും അഗ്നി അശ്വങ്ങളും വന്നിട്ട് മോശയെ കൊണ്ടുപോകാൻ. ക്രിസ്തുവിനെ നിന്ന വലിയ ധനമെന്ന് എണ്ണിയവനെ കൊണ്ടുപോകാൻ സ്വർഗം വെച്ച പരിപാടി കണ്ടോ? രണ്ടുപേരെ ഒരുമിച്ച് അങ്ങ് കൊണ്ടുപോയി. പിന്നെ കാണുന്നു രണ്ടുപേരും ഒരുമിച്ച മരുഭൂമലയിൽ. കണ്ടോ? Praise the Lord. രണ്ടുപേരും ഇവിടുത്തെ ഒരലക്കുകാരനും അലക്ക് വെളുപ്പിക്കാൻ പറ്റാത്ത വെണ്മയോടെ രണ്ടുപേരും നിൽക്കുന്നു. ഒരു കാര്യം പറഞ്ഞ് നിർത്താവേ. 3 പേരും കൂടെ സംസാരിക്കുക. ആരൊക്കെ? മോശ, ഏലിയാവ്, കർത്താവ്. മനുഷ്യപുത്രന്റെ ക്രൂശീകരണം എങ്ങനെ നടത്താമെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. 3 പേര് കൂട്ടത്തിലുണ്ടായിരുന്നു. അവന്മാരെന്തോ ചെയ്യായിരുന്നു? ഇവിടെ ഭയങ്കര ക്രൂശീകരണത്തിന്റെ കമ്മിറ്റി നടക്കുമ്പോ ഉണ്ടല്ലോ ഭയങ്കര ഉറക്കുക. സംസാരമെല്ലാം കേട്ട് ലാസ്റ്റ് ചാടി എഴുന്നേറ്റപ്പം ഏതാണ്ട് ഒരു വെൺമേഘവും ശബ്ദമൊക്കെ കേട്ട് പുള്ളി ഉടനെ പറയാണേ, നമുക്കെന്നാ ഒരു കുള്ളം ഉണ്ടാക്കി. പുള്ളി ഉടനെ ഹൗസിംഗ് കോംപ്ലക്സ് പണിയാ. ഞാനൊരു കാര്യം പറയാം. ഇവിടെ സംസാരിച്ചത് എന്താന്ന് പത്രോസ് കേട്ടില്ല, ഉറങ്ങിപ്പോയി. ക്രൂശിന്റെ സന്ദേശം കേൾക്കാത്തവൻ കെട്ടിടത്തിന്റെ പണിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുക. മനസ്സിലായോ? ക്രൂശിന്റെ സന്ദേശം കേൾക്കാത്തവനാണ് ഈ പ്രോജക്റ്റുമായിട്ട് വരുന്നത്. സൂക്ഷിച്ചോണം. അവൻ ഇത് കേട്ടില്ല, അവൻ പൂക്കുറ്റി ഉറക്കാരൻ. ഒരിക്കൽ ചോദിച്ചില്ലേ കർത്താവിന് പ്രാർത്ഥിക്കാനൊത്തില്ല? പത്രോസിന്റെ കൂർക്കമ്പലി കാരണം എടാവേ അരമണിക്കൂർ നേരം എഴുന്നേറ്റിരിക്കാൻ മേലേം ചോദിച്ചു, ഞാനെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചോട്ടെന്ന്. പക്ഷെ പുള്ളി ആത്മാവിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, പ്രിയരെ അന്ത്യകാലമായിരിക്കും, എല്ലാത്തിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കും. ഇവന് ബോധമില്ലായിരുന്നു. കണ്ടോ? 4-ാമത്തെ എഴുതിയിരിക്കല്ലേ, എല്ലാത്തിന്റെ അവസാനം സമീപിച്ചിരിക്കാൻ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം. പുള്ളിക്കില്ലായിരുന്നു ബോധം പ്രാർത്ഥിച്ചപ്പോ. എന്നാലും ഇതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞ കണ്ടോ, പ്രാർത്ഥനയ്ക്ക് സുബോധം ഉള്ളവരായിരിപ്പീൻ. ഞാൻ പറഞ്ഞെന്നറിയാമോ? ഇവരെ രണ്ടുപേരും പിന്നെ അവിടാണ് ഒരുമിച്ച് കാണുന്നത്. അവര് കണ്ടപ്പോൾ 3 പേരും ന്യായപ്രമാണത്തിന് റെപ്രസെന്റേറ്റീവായി മോശ, പ്രവാചകന്മാർ റെപ്രസെന്റേറ്റീവായി ഏലിയാവ്, കൃപയുടെ വക്താവായി വാഴ്ത്തപ്പെട്ട കർത്താവ്. ന്യായപ്രമാണവും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ക്രൂശീകരണം നടത്താനുള്ള സീരിയസ് ഉള്ള ചർച്ച നടക്കുമ്പോൾ പത്രോസ് ഉറങ്ങിപ്പോയി. ക്രൂശിന്റെ സന്ദേശം കേൾക്കാത്തത് കൊണ്ട് കണ്ണു തുറന്നപ്പോൾ മുതലേ പുള്ളി പ്രോജക്റ്റുമായിട്ട് അങ്ങ് ഇറങ്ങുക. ഇവിടെ ഇന്ന സ്ഥലമുണ്ട്, നമുക്കത് വാങ്ങിച്ചാലത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാ, മാടാന്ന് പറഞ്ഞ് എക്സഞ്ചയൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രോജക്റ്റുമായിട്ടും ബ്രോക്കർ പണിയായിട്ടും വരുന്നവനെ സൂക്ഷിച്ചോണം. അവന് ക്രൂശുമായിട്ട് യാതൊരു ബന്ധവും കാണുകയില്ല. എന്നിപ്പോ ഇത്ര മതി. സ്തോത്രം. നിങ്ങൾ പേടിക്കേണ്ടെന്ന് ഞാൻ എങ്ങനെയായാലും നിങ്ങളെ ഇതിനകത്ത് കൊണ്ട് ആ മുറ്റത്തേലും കയറ്റിവെച്ചേ നിർത്തുള്ളൂ ക്ലാസ്. പേടിക്കണ്ട. പക്ഷെ ഇങ്ങനെ ഇത്രയും വിസ്താരമായിട്ട് ഞാൻ പറയാൻ കാരണം, ഇതിനകത്തിന് വേറെ ഒരു ആവശ്യമില്ലാത്തൊന്നും വന്ന് കയറാതെ ഞാൻ ഇട്ടുന്ന ട്രാക്കിൽ കൂടെ തന്നെ വേണം ഈ വിഷയത്തിൽ. ബാക്കിയൊക്കെ ദൈവദാസന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ ഈ പഠിപ്പിച്ച വിഷയത്തിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. നന്നായിട്ട് വചനത്തിൽ ഉറച്ച് നിങ്ങൾ നോക്കി. ഇത് കണ്ടാൽ തന്നെ എന്ത് രസമല്ലേ? സമയം അങ്ങ് പോയി. എന്നാലും ഞാൻ പറയാവേ, ഇല്ല ലൈറ്റാ. നിങ്ങൾക്കിത് കാണാം. ഞാൻ മാറി നിൽക്കണോ? കാണാമെന്നുണ്ടോ? പാസ് കാണാമല്ലേ? നിങ്ങളിത് ഇത് കണ്ടോ? ഇതാണല്ലോ പ്രധാന കൂടാരം. അവിടുന്ന് മേഘം ഇങ്ങനെ പൊങ്ങിയിട്ട്
ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണേ ഇതിങ്ങനെ കുട പോലെ നിൽക്കുക. ഈ മേഘം ഇങ്ങനെ വിടർന്ന് ഈ സീലിംഗ് എങ്ങനെ നിൽക്കുന്നു അതുപോലാണ് ഇത് നിൽക്കുന്നത്. അതിന്റെ കീഴിലാണ് ഇസ്രായേൽ മക്കൾ 12 ഗോത്രം താമസിക്കുന്നത്. കണ്ടോ എത്ര ഭംഗിയായിട്ടാണ്. സ്തോത്രം. താമസിക്കുന്ന രീതിയൊക്കെ കണ്ടോ. ഇവിടെ കസേര അങ്ങോട്ട് ചില മാറ്റിയിടുന്നപ്പോ കസേര എവിടെ ഇട്ടാൽ എന്നെ നോക്ക് താമസിക്കുന്ന എങ്ങനെയാണ്. ആഹാ, ഏതിനാ പ്രമാണമില്ലാത്ത. സ്തോത്രം. എല്ലാത്തിനും സകല കാര്യത്തിനും പാട്ടിനും കൊട്ടിനും ഒക്കെ വ്യവസ്ഥ ഉണ്ട്. അറിയാമോ നിങ്ങൾക്ക്? ദേവദാസൻ ഞാൻ കണ്ടിട്ടുണ്ട് പല ഇതിനകത്തും പാട്ട് പാടാൻ നിൽക്കുമ്പം ഇടയ്ക്ക് നിർത്തിവെച്ച് പറയല്ലേ ഇൻസ്ട്രുമെന്റ്സിന്റെ വോളി കുറയ്ക്കാൻ. അതും പുസ്തകത്തിലുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 68 സംഗതി 25 വാക്യം വായിച്ചേ. ആ, വീണക്കാര് പുറകിൽ. സംഗീതം മുമ്പിൽ പോകണം, വീണ പുറകെ വരാവുള്ളൂ. ഇതെല്ലാം കൂടെ മുമ്പിൽ പോവുക. പിന്നെ നമ്മൾ കിടന്നുകൊണ്ട് വയ്യാ വലി വെക്കുക. സ്തോത്രം. എല്ലാത്തിനും പ്രമാണമുണ്ട്. ഞാൻ പറഞ്ഞതേ നമ്മൾ കൃപയാൽ ഇപ്പോൾ ഈ മരുഭൂമി യാത്രയില്ല. പ്രൈസ് ദി ലോർഡ്. താമസമിനെ ഈ മേഘത്തിനൊരു ഇളക്കം തട്ടും. അതിനാ ഞാൻ ഈ കിടന്ന് തൊണ്ടയിട്ട് ബഹളമെല്ലാം വെക്കുന്നത്. താമസമിനെ ഈ മേഘത്തിനൊരു അനക്കം തട്ടുമ്പോൾ ഈ കൂടാരം, പൗലോസ് പറഞ്ഞ വാചകം നിങ്ങൾ മറക്കരുത്, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. പത്രോസ് പറഞ്ഞു എന്റെ കൂടാരം പൊളിയാൻ സമയമായി. കണ്ടോ, ഇപ്പൊ ഈ കൂടാരത്തിൽ പാർക്കുന്നെങ്കിലും ഇതാണ് നമ്മുടെ മരുവാസം. മറക്കരുത് അല്ലേ? നമ്മൾ പാടുകയല്ലേ, മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. പക്ഷെ പേടിക്കണ്ട, പകൽ മേഘസ്തംഭം രാത്രി അഗ്നി തൂണായി എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രി അഗ്നി തൂണായി എന്നെ അനുദിനം വഴി നടത്തും. കണ്ണടച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ദൈവത്തിലായിരിക്കാം. മറക്കരുത്, ജീവിതത്തിന്റെ ശ്രേഷ്ഠത അറിഞ്ഞു വേണം നമ്മുടെ ഓരോ ചുവടും മുന്നോട്ട് നീങ്ങാൻ. കർത്താവിന്റെ വരവിനായി ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. മുൻപിലും പിറകിലും നടന്നു കാവലായി, മേഘമൊന്നെനിക്കുമേ വിരിച്ചു സ്നേഹമാ, നീണ്ട മരുഭൂവിലുള്ള താങ്ങിടൂ യേശു നല്ല നല്ലവൻ. ഓ യേശു നല്ലവൻ, അതെ യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതെ യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ. നീ നടത്തിടൂ യേശു നല്ലവൻ, യേശു നല്ലവൻ, അതെ യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതെ യേശു നല്ലവൻ, എന്റെ യേശു നല്ലവൻ, എന്റെ യേശു നല്ലവൻ, യേശു നല്ലവൻ. ദൈവത്തിന്റെ മകത്തിന്റെ ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് ഈ ബൈബിൾ ക്ലാസ് ഇപ്പോൾ അവസാനിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ ക്ലാസിന്റെ രണ്ടാം സെഷനിലേക്ക് ഞങ്ങൾ ജയത്തോടെ കടന്നു തിരുവാതിന്റെ കർത്താവിന് വചനം പഠിപ്പാൻ ദൈവമായ കർത്താവ് ഞങ്ങളോട് കാണിച്ച അവിടുത്തെ വലിയ സ്നേഹത്തിനായി
നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ ദാസനെ ഈ രാത്രി ശക്തമായി ദൈവത്തിന്റെ കരങ്ങൾ ഉപയോഗിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, സ്തുതിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയല്ല കർത്താവേ. സമാഗമന കൂടാരത്തിന്റെ പ്രാരംഭ കർത്താവേ കാര്യങ്ങളെ കർത്താവ് ഞങ്ങൾ കേൾക്കുവാൻ ദൈവമായ കർത്താവ് ഇടിയാക്കിയല്ലോ. ഒരു ദിവസങ്ങൾ ശക്തമായി ന്യായമായ മർമ്മങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാ ഇടിയാക്കുമാറാകണമെന്ന് അകയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസനെ ഉപയോഗിക്കുമാറാകണമെന്ന് അകയോട് പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന ജനത്തെ ശക്തമായി കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ദൈവദാസന്മാർ അനുഗ്രഹിക്കുമാറാകണമെന്ന് അകയോട് പ്രാർത്ഥിക്കുന്നു. തുറമാനമുള്ള സെക്ഷൻ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. പ്രാർത്ഥന കൈക്കൊണ്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഞാനൊരു വിഷയത്തിന് പ്രാർത്ഥിക്കണം. നമ്മുടെ കണ്ടോട്ടെ അബിയ സിസ്റ്ററുടെ ഹസ്ബൻഡ് ജെയിംസ് ആൻഡ് പെങ്ങള് കർത്തൃസന്നിധി ചേർക്കപ്പെട്ട് നാളെ രാവിലെയാണ് പൂർണ്ണ സർവീസ്. പള്ളിഭാഗം ന്യൂന്ത്യ സഭയിലാണ് സംസ്കരിക്കുന്നത്. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കേണ്ടതിനും ശുശ്രൂഷ അനുഗ്രഹമാകേണ്ടതിനും പ്രാർത്ഥന. കർത്താവേ, നിനക്ക് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആ വാത്സല്യ മാതാവിന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, നിന്റെ ദിവ്യമായ സന്തോഷവും സമാധാനവും ഭാവി പ്രത്യാശയും നൽകി എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. തക്ക സമയത്ത് അതിനെ തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം നല്ല നിലയിൽ നടത്തപ്പെടുവാൻ കൂടി വരുന്ന ജനത്തിന് അത് അനുഗ്രഹവും പ്രയോജനവും മരണാനുള്ള നിത്യതയെക്കുറിച്ച് ഏറിയ ബോധമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ശുശ്രൂഷകളെ സ്വർഗം മാനിച്ച് അനുഗ്രഹിക്കണം. മഹത്വത്തിനായി സൗലവും ചെയ്താട്ടെ. എല്ലാറ്റിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ആശീർവാദം പറഞ്ഞു. ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്നേഹവും സാന്നിധ്യവും ഇന്ന് പ്രാർത്ഥിച്ചൊരു വിഷയങ്ങളുടെ മേലും കൂടപ്പെട്ട ദൈവമക്കളുടെ മേലും ഇന്ന് കേൾപ്പിച്ച നല്ല വചനത്തോടും തുടർന്ന് നടക്കുന്ന ക്ലാസ്സുകളുടെ മേലും യാത്രയോടും കൂടെയും കൂടിവരകളുടെ മേലും കർത്താവിന് രണ്ടാം വരുവരെയും ഇപ്പോഴും എപ്പോഴും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ നമ്മുടെ പിതാവായ ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ.